الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ബദറൊളിയാൽ ലംഘുന്നേ പരിമളം വീശിടുന്നേ മഹിമയെഴും ശൈഖോരെ ഖുത്ബുലിയോരെ സിയം കരുണ തരും യാ ശൈഖൽ അഅ്ളമി നൂറേ. ബദറൊളിയാൽ ലംഘുന്നേ പരിമളം വീശിടുന്നേ മഹിമയെഴും ശൈഖോരെ ഖുത്ബുലിയോരെ സിയം കരുണ തരും യാ ശൈഖൽ അഅ്ളമി നൂറേ. പല മറന്നും ഉള്ളോരേ തിരുമൊഴിയാൽ സന്തോഷ പദവികളിൽ ആക്കി കൊണ്ടയച്ചൊരു നൂറേ. എൻ്റെ മറന്നുകളെല്ലാം പോക്കി ശിഫ തരുവീരേ. പല മറന്നും ഉള്ളോരേ തിരുമൊഴിയാൽ സന്തോഷ പദവികളിൽ ആക്കി കൊണ്ടയച്ചൊരു നൂറേ. എൻ്റെ മറന്നുകളെല്ലാം പോക്കി ശിഫ തരുവീരേ. ബദറൊളിയാൽ ലംഘുന്നേ പരിമളം വീശിടുന്നേ മഹിമയെഴും ശൈഖോരെ ഖുത്ബുലിയോരെ സിയം കരുണ തരും യാ ശൈഖൽ അഅ്ളമി നൂറേ. പറഞ്ഞാലും പാട്ടുള്ള വയലാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ കുറച്ച് കട്ടൻ ചായ ചൂടുണ്ടെങ്കിൽ എനിക്കല്ല, അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ കൊടുത്താൽ നല്ലതാണ്. അൽഹംദുലില്ലാ നമ്മളെ സൗത്ത് പല്ലാറിലെ പ്രവർത്തകന്മാർ, സുന്നി പ്രവർത്തകന്മാർ കുറേ ദിവസമായി പരിപാടിക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്. അപ്പം ഇതുവരെ കേട്ട വയല് നമ്മളെല്ലാവരും കേൾക്കേണ്ട ഒരു വയലാണ് അല്ലേ. ഒരുപാട് നമുക്ക് എന്ത് കിട്ടി? മോട്ടിവേഷൻ കിട്ടി. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഒരു 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 ഉണർവ് കിട്ടി. അൽഹംദുലില്ലാ. മോനെ ചായ കുടിക്കാൻ ആണ്ട് പോകണ്ട, ഇവിടെ എത്തും ചായ ഉദർ ബൈഠോ. അള്ളാഹ് കുട്ടികളല്ലേ നമുക്ക് ആവശ്യമുള്ളത്. അള്ളാഹ് എല്ലാവരും എണീച്ചിക്ക് കുറഞ്ഞ നേരം കൊണ്ട് ഞാൻ നിർത്തും. എല്ലാ ഉസ്താദുമാരും മുത്തഅല്ലിമീങ്ങളൊക്കെ അള്ളാഹ് ഇവർ ദർസിലെ കുട്ടികളാണല്ലോ. അള്ളാഹു താല വലിയ ബറക്കത്ത്. കുറച്ചുകൂടി മോനെ എല്ലാവരും ആ മുമ്പേക്ക് വരും. കസേര കൈകൊണ്ട് പിടിക്കാൻ പാടില്ല, മുന്നിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ആ ഒഴിഞ്ഞിക്കുന്ന കസേരയിലേക്ക് എല്ലാവരും ഇരിക്കുക. ഒരു 11:15 നമുക്ക് പിരിഞ്ഞു പോകണം. നമ്മളെ ബഹുമാനപ്പെട്ട പല്ലാറ് ഹസൻ ബാക്കവി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് മുത്തഅല്ലിം അതാ എല്ലാ വേദനയും വരുന്ന ആ ഉസ്താദുണ്ടല്ലോ. നിങ്ങൾ മുന്നിക്ക് വരും, നിങ്ങളല്ലേ ഏറ്റവും മുന്നിക്ക് വരേണ്ട ആൾ. നിങ്ങൾ ബാക്കിലേക്കല്ലേ. എന്താ മൂപ്പരെ പേര്? ഈ ഭാഗത്തൊക്കെ ഏത് വേദന വന്നാലും മൂപ്പരുണ്ടാവും. വരിക്ക് പോകാൻ പ്രയാസമാണെങ്കിൽ പള്ളിയിൽ കിടന്നുറങ്ങുന്ന ആളാണ് അല്ലേ. മൂപ്പരെ പേരൊക്കെ അറിയില്ലല്ലേ? ഫുലാൻ മുസ്ലിയാർ, ഷാഹുൽ ഹമീദ് മുസ്ലിയാർ, ഈ പട്ടണറക്കാവ് അല്ലെങ്കിൽ എടക്കുളം, തിരുനാവായ, പിന്നെ ഇവിടെ കുറ്റിപ്പുറം, ചെമ്പിക്കൽ, പുതിയങ്ങാടി പരിസരത്തൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ എപ്പോഴെങ്കിലൊക്കെ വല്ല പരിപാടിക്കും വരവുണ്ടെങ്കിൽ നിങ്ങളെ കാണലുണ്ട്. അപ്പോൾ ഇന്നാൾ ഞാൻ ചോദിച്ചു നിങ്ങൾ പെരി പോണില്ലെന്ന് ചോദിച്ചപ്പോൾ ഇന്നിവിടെ പള്ളിക്ക് കിടന്നുറങ്ങാന്ന്. ഇന്നിവിടെ എന്നും പള്ളിക്ക് തന്നെ കിടന്നുറങ്ങാൽ.
അൽഹംദുലില്ലാ. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ബൈട്ടോ അള്ളാഹു തആല ഖൈറാക്കണേ. അല്ലാഹ് ഖൈറാക്കണേ. ശൈഖുന കുണ്ടൂർ ഉസ്താദ് ചൊല്ലിയ 2 വരി സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മളെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സ്വലാത്ത് പലരും ചൊല്ലിയിട്ടുണ്ട്, ഇതിന് യാതൊരു കുഴപ്പമില്ല. സ്വലാത്തിന് റസൂലുള്ളാഹിന്റെ മദ്ഹായിട്ട് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു, അതൊക്കെ റസൂലുള്ളാഹിന്റെ മദ്ഹാൻ. അങ്ങനെ ഏത് മദ്ഹും പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. അള്ളാഹിന്റെ ദീനി അംഗീകരിക്കുന്നത് ഇമാമിയങ്ങൾ അംഗീകരിച്ചത്, ഇമാമിയങ്ങൾ പൊരുത്തപ്പെട്ടത് ഇമാം ഷാഫിഈ, ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, അവരെ ഉസ്താദായ ഇമാമു ദാരിൽ ഹിജ്റ. ഇമാമു ദാരിൽ ഹിജ്റ, മദീനയുടെ ഇമാം മാലിക് തങ്ങൾ, അബൂ ഹനീഫ തങ്ങൾ, അല്ലേ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ, അങ്ങനെയുള്ള ആളുകൾ അവർ പൊരുത്തപ്പെട്ട ഏത് സ്വലാത്തും ചൊല്ലാം. സ്വല്ലി യാ റബ്ബനാ സല്ലിമന്നാ അലാ ത്വഹ യാസീൻ, മുത്ത് മാണിക്യമാണ് വഹമീം, മുത്ത് മാണിക്യമാണ് വഹമീം. ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ, പകുതി മുത്തഅല്ലിമീങ്ങളാണ്. എല്ലാവരും മുത്തഅല്ലിമീങ്ങൾ തന്നെ, ഇൽമിനെ പഠിക്കുന്നവർ തന്നെ എല്ലാവരും. അള്ളാഹു പൊരുത്തപ്പെട്ട മുത്തഅല്ലിമീങ്ങളിൽ നല്ല തഹ്ഖീഖ് ഉണ്ടാക്കാൻ പറ്റുന്ന തൗഫീഖുള്ള മുവഫഖീങ്ങളിൽ ഞങ്ങളെല്ലാവരെയും പെടുത്തണേ അല്ലാഹ്. ഇത് ദർസിൽ ഏത് ദർസിലെ കുട്ടികളെ ഉസ്താദ്? സൗത്ത് മല്ലാർ മഹല്ലി ജുമുഅത്ത് പള്ളി. ഒരുപാട് സ്വാലിഹീങ്ങൾ അന്തിയുറങ്ങുന്നുണ്ട് ആ പള്ളിൻ്റെ ചുറ്റുഭാഗത്ത്. അതുപോലെ നോർത്ത് പല്ലാറിലും ഒരുപാട് സ്വാലിഹീങ്ങളുണ്ട്. അള്ളാഹു അവരെ കൂടെ ഞങ്ങളെയും സ്വർഗത്തിലാക്കി തരണേ അള്ളാഹ്. അപ്പം മുത്തഅല്ലിമീങ്ങൾക്ക് മനസ്സിലാവും ഈ സ്വലാത്തിൻ്റെ വാചകങ്ങളും ലഫ്ളുകളും അക്ഷരങ്ങളും ഒക്കെ, പദങ്ങളും അർത്ഥങ്ങളും ഒക്കെ മനസ്സിലാവും. അൽഹംദുലില്ലാ, ചായ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് കടി ബാക്കിയുണ്ട്. കടി അങ്ങനെ ബാക്കിയാക്കാൻ പാടില്ല, എല്ലാവർക്കും കൊടുക്കണം. അങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരൂല എന്നാണ് എന്നോട് ഒരു ഡ്രൈവർ. ഞാൻ കുറച്ചു കാലം സൗദിയിലുണ്ടായിരുന്നു, അന്ന് ഒരു ഡ്രൈവറിൽ നിന്ന് പഠിച്ചതാണ്. എന്ത് മുസ്തഫ, ഇങ്ങനെ പല്ലിങ്ങനെ തൊള്ളയിലിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് ഉറക്കം വരൂല എന്ന്. മദീനത്തേക്ക് ജിദ്ദയിൽ നിന്ന് രാത്രി പോകലാ പണി. ഞാനും മദീനത്തേക്ക് പോകും, അയാളും മദീനത്തേക്ക് ഡ്രൈവറായിട്ട് വണ്ടി കൊടുക്കും, ഞാൻ അപ്പുറത്തിരിക്കും. അപ്പം എന്നോട് പറഞ്ഞത് അങ്ങനെ തൊള്ളയിൽ എന്തെങ്കിലും ചവച്ചുകൊണ്ടിരുന്നാലും ഉറക്കം വരൂല. അൽഹംദുലില്ലാ, ഈ മജ്ലിസിലേക്ക് നല്ല ഉണ്ണിയപ്പം കൊടുത്തയച്ച പെങ്ങന്മാർക്ക് സ്വർഗത്തിലും ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തയക്കാൻ, കഴിക്കാനും കൊടുക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പൊ എങ്ങനെ സ്വലാത്ത്? സ്വല്ലി യാ റബ്ബന, ചെല്ലു മോനെ സ്വല്ലി. ഭയങ്കര ബറക്കത്തുള്ള സ്വലാത്താണ്. കുണ്ടൂർ ഉസ്താദ് ക്രോഡീകരിച്ച സ്വലാത്താണ് സ്വല്ലി യാ റബ്ബന. എങ്ങനെ സ്വല്ലി? അൽഹംദുലില്ലാ. ഒന്നുകൂടെ ഉറക്കനെ പറയാ കുട്ടികളെ. ഈ ചെറിയ കുട്ടികളൊന്നും ഉറങ്ങാത്ത കുട്ടികളെ, ഇവിടുത്തെ കുട്ടികൾ നേരത്തെ പറഞ്ഞ മാതിരി അല്ലാഹു തആല ദീനിന് വേണ്ടി ഉറക്കം ഒഴിവാക്കാൻ എനിക്കടക്കം എല്ലാവർക്കും, ഈ കുട്ടികൾക്കും എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ. അല്ലേ, ഉറക്കൊഴിവാക്കണം. എന്തിനു വേണ്ടി? ഖൈറിന് വേണ്ടി ഉറക്കൊഴിവാക്കണം. അപ്പം എന്താ പറഞ്ഞത്? സ്വല്ലി യാ റബ്ബന, പിന്നെന്താ? സല്ലിമന്ന അലാ ത്വഹ യാസീൻ. ഒന്ന് ചൊല്ലുവോ? സ്വല്ലി യാ റബ്ബന സല്ലിമന്ന അലാ ത്വഹ യാസീൻ, സ്വല്ലി യാ റബ്ബന സല്ലിമന്ന അലാ ത്വഹ യാസീൻ, മുത്ത് മാണിക്യമാണ് വഹമീം, മുത്ത് മാണിക്യമാണ് വഹമീം. ചെല്ല് ചെല്ല് സ്വല്ലി മോനെ, ചെല്ല് സ്വല്ലി യാ റബ്ബന സല്ലിമന്ന അലാ ത്വഹ യാസീൻ, സ്വല്ലി യാ റബ്ബന സല്ലിമന്ന അലാ ത്വഹ യാസീൻ, മുത്ത് മാണിക്യമാണ് വഹമീം, മുത്ത് മാണിക്യമാണ് വഹമീം. നർജു റുയതഹു, ഹബീബായ തങ്ങളെ ഞങ്ങൾക്ക് കാണണം. അതാണ് നമ്മുടെ പ്രതീക്ഷ, അതാണ് നമ്മുടെ ആഗ്രഹം. ഹബീബായ തങ്ങളെ കാണണം. എവിടെ കാണണം? ഹാഹുന, ഈ ദുനിയാവിൽ കാണണം. വഹുനാക്ക, അല്ലേ, ഇഷാറത്തിന്റെ ഇസ്മിന്റെ അപ്പുറത്ത് ഖാന്ന് കൂട്ടിക്കൊടുത്താൽ എങ്ങനെ? ബിൽ കാഫി, അല്ലേ,
എങ്ങനെ ബിൽ ബുഅദ് എന്നാ പറഞ്ഞത്. കാഫ് കൂട്ടിക്കൊടുത്താൽ അവിടെയും എന്നർത്ഥം വരും. ഈ ദുനിയാവിൽ ഇവിടെയും അവിടെ നാളെ ആഖിറത്തിലും ഹാഹുനാ വഹുനാക ഞങ്ങൾക്ക് റസൂലുള്ളാഹിനെ കാണണം. തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാ പെങ്ങന്മാര് ആമീൻ പറയണം. ആണുങ്ങൾ എന്തായാലും ആമീൻ പറയണം. കുട്ടികളെ മോനെ ആമീൻ പറയും. മഗ്രിബ് നിസ്കരിച്ച് വന്ന കുട്ടികളാണ്. ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് ഇശാ നിസ്കരിക്കുകയും വേണം. ഉറക്കൻ ആമീൻ പറഞ്ഞോ. നർജു റുഅയതഹു ഹാഹുനാ ബിഹാനാ വഹുനാക നർജു റുഅയതഹു ഹാഹുനാ ബിഹാനാ വഹുനാക സ്വല്ലി സല്ലിം അലൈഹി ഫിദാക സ്വല്ലി സല്ലിം അലൈഹി ഫിദാക ചല്ല് ചല്ല് സ്വല്ലി യാ റബ്ബനാ സല്ലിം അന്നാ അലാ ത്വഹ യാസീൻ സ്വല്ലി യാ റബ്ബനാ സല്ലിം അന്നാ അലാ ത്വഹ യാസീൻ മുത്ത് മാണിക്യമാണ് വഹമീം മുത്ത് മാണിക്യമാണ് വഹമീം. കേരളത്തിലെ ഒരു വഹാബിയായ മൗലവി പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ, സൗദി അറേബ്യന്റെ അധികാരം ഞങ്ങൾക്ക് കിട്ടിയാൽ 2-ാം ദിവസം മദീനത്തുള്ള പച്ചക്കുബ്ബ ഞങ്ങൾ കർസേവ ചെയ്ത് തട്ടിത്തകർത്തിട്ട് തരിപ്പണമാക്കും. ആ വിവരം കിട്ടുമ്പോൾ ശൈഖുന കുണ്ടൂർ ഉസ്താദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോഴാണ് ആരോ പറഞ്ഞത്, എന്ത് ഇങ്ങനെ പറയുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ പച്ചക്കുബ്ബ ആർക്ക്? കേരള നദ്വത്തുൽ മുജാഹിദീന് സൗദിന്റെ അധികാരം കിട്ടിയാൽ, ഭരണം കിട്ടിയാൽ 2-ാമത്തെ ദിവസം ആ കുബ്ബ തകർക്കും എന്ന് പ്രസംഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ്. പിന്നെ പാട്ട് മുഴുവനും കുബ്ബയെ പറ്റിയാണ്. തൂബാ ലിമൻ ബനാ ഖുബ്ബത്തൽ മദീന ഖദ് അഖാമാ طوبى لمن بنى قبة المدينة قد أقاما صل يا ربنا وسلاما صل يا ربنا وسلاما. ആ പച്ചക്കുബ്ബ കാണാൻ വേണ്ടി കൊതിച്ചിട്ട് എത്ര കാലമായി. ഒരൊറ്റ വട്ടം പോലും കാണാത്ത ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ മജ്ലിസിലുണ്ട്. വിനീതനായ എൻ്റെ സൗണ്ട് കേൾക്കുന്നു ലോകത്തുള്ള ഒരുപാട് ആൾക്കാർ ലൈവ് ഉള്ളത് കൊണ്ടിട്ട്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ കേൾക്കും. അങ്ങനെ കേൾക്കുന്ന ആളുകൾ മദീനയിൽ ആ പോയി പച്ചക്കുബ്ബ കാണാൻ കൊതിച്ച് റബ്ബേ ഞങ്ങൾക്ക് ആ പച്ചക്കുബ്ബയിലേക്ക് ഞങ്ങളെ ശരീരത്തിനെയും ഞങ്ങളെ ഖൽബിനെയും അടുപ്പിക്കണേ അല്ലാഹ്. മദീനയിലേക്ക് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കണേ അല്ലാഹ്. അവസാനം ഞങ്ങളെ ശരീരം കൊണ്ടുപോയി വെക്കുന്ന മണ്ണ് മദീനയിലെ മണ്ണാക്കണേ അല്ലാഹ്. 10,000-10,000 സ്വഹാബികളാണ് അവിടെ അന്തിയുറങ്ങുന്നത്. എവിടെ? മദീനയിലെ 1,00,000 താബിഈങ്ങളാണ്. അവിടുത്തെ ഖുബ്ബയെ പറ്റിയാണ് ആര്? ശൈഖുന കുണ്ടൂർ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നവറല്ലാഹു മർഖദ. ഈ നാട്ടിലും ആ ഉസ്താദ് വന്നിട്ടുണ്ടാവും അല്ലേ? വന്നതായ ഓർമ്മയില്ല. അല്ലാഹ് തൂബാ ലിമൻ ബനാ ഖുബ്ബത്തൽ മദീന തൂബാ ലിമൻ ബനാ ഖുബ്ബത്തൽ മദീന ഖദ് അഖാമാ തൂബാ ലിമൻ ബനാ ഖുബ്ബത്തൽ മദീന قد أقاما صل يا ربنا وسلاما صل يا ربنا وسلاما طيب تربته മദീനയിലുള്ള മണ്ണിന്റെ പരിശുദ്ധി എത്രയാ? طيب تربته فاح مسكا غلا ومراما طيب تربته فاح مسكا غلا ومراما صل يا ربنا وسلاما صل يا ربنا وسلاما.
ആ മദീനയിലേക്ക് ഞങ്ങളെ മനസ്സുകളെ കൂടുതൽ 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 അടുപ്പിക്കണേ അല്ലാ. നിങ്ങൾ ആമീൻ പറഞ്ഞില്ലേ? അല്ലാ, ആരെ ആമീനാണ് സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റൂല. ഷാവുൽ അമീദ് ഉസ്താദിൻ്റെ ആമീനാണോ, ഇവിടെയുള്ള നമ്മളെ സൗത്ത് പല്ലാറ് പള്ളിയിൽ ഓതിപ്പടിക്കണം മക്കളെ മുതഅല്ലിമീങ്ങളെ ആമീനാണോ, ഒന്നും അറിയില്ലല്ലോ. എൻ്റെ പെങ്ങളെ ചിലപ്പോൾ ഈ പെങ്ങന്മാരെ കൂട്ടത്തിൽ ഈ സ്റ്റേജിലിരിക്കണ എന്നേക്കാളൊക്കെ അള്ളാഹിൻ്റെ അടുക്കൽ ഫളിലുള്ള മഹത്വമുള്ളവരുണ്ടാവും, ഉണ്ടാവൂലേ? പെണ്ണുങ്ങളെ കൂട്ടത്തിൽ വലിയ മഹത്വമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എന്നേക്കാളും മഹത്വമുള്ള കോടാനുകോടി പെണ്ണുങ്ങളുണ്ട്. അല്ലാഹു തആല ആ പെണ്ണുങ്ങളെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അടക്കമുള്ള ആ പെണ്ണുങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. എൻ്റെ വിഷയം സൽമാനുൽ ഫാരിസി എന്ന് പറഞ്ഞ സ്വഹാബിയുടെ ചരിത്രമാണ്. അത് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പാടാൻ ഉദ്ദേശിക്കുന്നത് തൃശ്ശൂർ ജില്ലക്കാരനായ, തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു നാടാണ് കോടാലി എന്ന് പറഞ്ഞൊരു നാട്. ആ നാട്ടുകാരനായ സിദ്ദീഖ് മുർഷിദി ഉസ്താദ് ഉണ്ടാക്കിയ ഒരു പാട്ട്. അതൊരു 4 മണിക്കൂറെങ്കിലും അതിന് സമയം കിട്ടിയെങ്കിലും മട്ടം പോലെ പാടാനും പറയാനും സമയം ഉണ്ടാവുള്ളൂ. എന്നാലും ചുരുക്കത്തിൽ ബർക്കത്തിന് വേണ്ടി പറയാണ്. മഹിതം ശുരുന്തി വിളങ്ങും ഈ കഥ കേൾവീരേ, സമാനിൻ മുമ്പെന്ന റീവീരേ. അതിലുള്ള ചില പാട്ടുകളൊക്കെ പാടുകയാണ്. കുറച്ച് സമയം 11:15 നിർത്തും ചെയ്യും ഇൻഷാ അല്ലാ. അപ്പം എന്താ പറഞ്ഞത്? മഹിതം ശ്രുതി പാട്ടൊക്കെ ഉണ്ടാക്കിയത് ഞാനല്ല, ഇത് ആൾ കേരള കിസ്സപ്പാട്ട് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ട്. വിനീതനായ ഞാനും അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലുള്ളൊരു മെമ്പറാണ്. അതിൻ്റെ വലിയ നേതാവായ സിദ്ദീഖ് മുർഷിദി ഉസ്താദ് ഉണ്ടാക്കിയ കെട്ടിയൊരു പാട്ടാണ്. എന്താ പറഞ്ഞത്? മഹിതം ശ്രുതി വിളങ്ങും ഇക്കഥ കേൾവീരേ, മാനിമ്പത്വാഹ സമാനിൻ മുമ്പെന്നറിവീരേ. ഇത് എന്നാ അതിൻ്റെ തുടക്കം എന്നറിയോ? ഇത് മാനിമ്പത്വാഹ സമാനിൻ മുമ്പ്, അള്ളാന്റെ റസൂലിന്റെ കാലത്തിന്റെ മുമ്പാണ് ഈ സംഭവത്തിന്റെ തുടക്കം. അതായത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ വേറെ സംഭവമൊന്നുമില്ല, സൽമാനുൽ ഫാരിസി തങ്ങളെ ജനനം. സൽമാനുൽ ഫാരിസി എന്ന് പറയുന്ന ആ മഹാനായ സ്വഹാബി ചില കിതാബുകളിൽ പറയുന്നു 350 കൊല്ലം ജീവിച്ച മഹാനാണ്. എത്ര കൊല്ലം? ഉറക്കനെ ശരിയാണ് മോനെ? അല്ലാ, ഈ കുട്ടികളൊക്കെ നല്ല ഉഷാറുള്ള കുട്ടികളാട്ടം. എടാ മോനെ, എന്താ പേര്? യുവർ നെയിം? മുഹമ്മദ് ബിലാൽ. ആ പറഞ്ഞ പേര് തന്നെ. അല്ലാഹു തആല ആ കുട്ടിക്കും എല്ലാ കുട്ടിയേക്കും ബറക്കത്ത് നൽകുമാറാകട്ടെ. കേട്ടോ, ആ കുട്ടി വലിയ ആവേശത്തിലാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? മഹിതം ശുരോതി വിളങ്ങും ഈ കഥ കേൾവീരേ, മാനിമ്പത്താഹ സമാനിൻ മുമ്പം അറിവീരേ, മഹിയിൽ തിളങ്ങിടും ഇസ്ബഹാനെന്ന ദേശത്ത്, മഹനീദരേവ സിത്തശീറാസിൻ ചാരത്ത്, ബഹുമാ മികന്തേ മജൂസി ഒണ്ടിഹ ബശും നേ ഭാരി ചേമാലുണ്ടിവർക്ക് കേളിയും വീശും നേ. ഈ സംഭവത്തിന്റെ തുടക്കം അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സ്വലാത്തല്ലിക്കോ പാട്ടാണെങ്കിലും ബെയ്ത്താണെങ്കിലും അത് സാന്ത്വനാണെങ്കിലും കോന്തനാണെങ്കിലും എന്താണെങ്കിലും സ്വലാത്ത് ചെല്ലേണ്ടത് നമ്മൾ ചെല്ലിയിരിക്കണം. സയ്യിദുന മുഹമ്മദ് മുസ്തഫ. അല്ലാ, ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ആരെയും കിടക്കപ്പായിൽ കുറേ കാലം ഒരൊറ്റ മണിക്കൂർ പോലും കിടത്താതെ നീ കാത്ത് രക്ഷിക്കണം അല്ലാ. ഈ കഥ എവിടെയെന്നറിയാം നടക്കുന്നത്? ആ മഹാൻ മഹിയിൽ തിളങ്ങും ഇസ്ബഹാൻ എന്ന് പറയുന്ന ഒരു നാടുണ്ട്. ഏതാ നാട്? ഇസ്ബഹാൻ എന്ന് പറയുന്ന നാട്ടിലുള്ള സംഭവമാണ് പറയണത്. അതിൻ്റെ അടുത്ത വലിയ പേരുള്ള ഒരു രാജ്യമാണ് ഷിറാസ്. ഇപ്പം നമ്മളെ ഈ നാടിൻ്റെ പേരെന്താ? സൗത്ത് പല്ലാർ, അതായത് തെക്ക് ഭാഗത്തുള്ള പല്ലാർ എന്ന് അതിൻ്റെ മയന. അതിൻ്റെ അടുത്തുള്ള ടൗൺ ഏതാ? അതിൻ്റെ അടുത്തുള്ള ടൗൺ വേണമെങ്കിൽ പറയാം, ഏത്? പട്ടണട, ഈ പറഞ്ഞ ആ സ്ഥലമാണ് അല്ലേ? അല്ലെങ്കിൽ കുറ്റിപ്പുറാണ്, അല്ലെങ്കിൽ വേണമെങ്കിൽ ഏതാ പറഞ്ഞത് എന്ന് പറഞ്ഞ മാതിരി ഒരു നാടിൻ്റെ അടുത്ത് കൂട്ടിയിട്ടാ മറ്റേ നാടിനെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം.
അതുപോലെ കവി പറയാണ്, ഏത് ഇസ്ബഹാൻ എന്ന് പറയുന്ന നാടേതാണ്? മാനിതർ ഏറെ വസിത്ത ഷീറാസ്, ഒരുപാട് ചരിത്രങ്ങൾ അന്തിയുറങ്ങുന്ന ഷീറാസ് എന്ന് പറയുന്ന വലിയ ടൗണിന്റെ അടുത്തുള്ള ഒരു നാടാണേത്? ഇസ്ബഹാൻ. അവിടെ ഉണ്ട് എന്ത്? ബഹുമാ മികന്തേ മജൂസി ഒണ്ടിഹ ഭാഷൊന്ന്. അവിടെ നാട് ഭരിക്കുന്ന ആള് സൊറാസ്ട്രിയൻ മതക്കാരനാണ്, അതായത് മജൂസിയാണ്. ആ നാട് ഭരിക്കുന്ന ഭരണാധികാരി ആരാണ്? മജൂസിയാണ്. എന്ന് പറഞ്ഞാൽ തീയിനെ ആരാധിക്കും. തീയേ, ഞങ്ങൾക്ക് തീപ്പൊള്ളലിൽ നിന്ന് കാക്കണേ തീയേ എന്ന് പറഞ്ഞ് തീയിൻ്റെ അടുത്ത് പോയിട്ട് വിറക് കത്തിച്ചാണ്ട്, തീപ്പൊള്ളലിൽ നിന്ന് സലാമത്തുണ്ടാകാൻ വേണ്ടിയിട്ട് തീ കത്തിച്ചാണ്ട് അതിൻ്റെ അടുത്ത് കൊണ്ട് പോവില്ല. കാരണം ദൈവമല്ലേ, ആ ദൈവത്തിൻ്റെ അടുത്ത് പോവില്ല. അങ്ങനെയുള്ള മജൂസി ആയിരിക്കുന്ന ഒരു രാജാവുണ്ട്. ഭാരിച്ച മാലുണ്ട് ഇവർക്ക്. ബഹുമാ മികന്ത മജൂസി ഉണ്ട് ഭാഷൊന്നെ. ഭാരിച്ച മാൽ ഉണ്ട് ഇവർക്ക്. മാല് എന്ന് പറഞ്ഞാൽ എന്താ മോനെ? സ്വത്ത് അല്ലേ? നല്ല സ്വത്തുണ്ട് അവിടെയുള്ള ഒരാള്. രാജാവും ഉണ്ട്. രാജാവിൻ്റെ അടുക്കൽ തീയിനെ പൂജിക്കുന്ന, പൂജയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പൂജാരി ഉണ്ട്. ആ പൂജാരിയെ പറ്റി പറയുകയാണ്. അയാൾക്ക് നല്ല സ്വത്തുള്ള ഒരു പൂജാരി ഉണ്ട് അവിടെ. രാജാവിന് വളരെ പ്രിയപ്പെട്ട ആളാണ് ആര്? ഈ പൂജാരി. ബഹുമാമികം മജൂസി ഉണ്ടിഹ ഭാഷും നേ ഭാരിച്ചമാലുണ്ടിവർക്ക് കേളിയും ഭീഷും നേ. അയാൾ ആരാണ്? പൂജാരിയാണ്. ആ പൂജാരിക്ക് ഒരുപാട് സ്വത്തുണ്ട്. രാജാവിന് ഈ പൂജാരിയോട് വലിയ ഇഷ്ടമാണ്. ആ രാജാവിന് ഇഷ്ടം എന്നുള്ള വരിയാണ്, ആ വിഷയമാണ് അടുത്ത വരിയിൽ പറയുന്നത്. മഹാരാജനേറ്റം പിരീശം ബെത്തോരു സ്വാഹിയ മന്നൻ കസേറിയിലെ അർച്ചനയ്ക്കെന്നും ബാഹിയ. മഹാരാജനേറ്റം പിരീശം ബെത്ത സ്വാഹിയ മന്നൻ കസേറിൽ അർച്ചനയ്ക്കെന്നും ബാഹിയ. രാജാവിന് ഈ പൂജാരിയോട് വലിയ ഇഷ്ടമാണ്. എന്നിട്ട് പറയാണ്, അർച്ചനക്കേത് പൊളൂതും അർച്ചനക്കേത് പൊളൂതും ഉണ്ടഗ്നി കൂട്ടിയിട്ട് അലങ്കൽ ഏലും അമ്മയ്ത്തക്കോനെ വെടിമ്പിട്ട് ആർജിത്ത് മാലും പദവിയിലെങ്കിടും ഭംഗീശ ആകിലും ഉണ്ടുള്ളിൽ ഇണ്ടലും തിങ്കും ആരസ്യ. മഹാകവി പറയുകയാണ്, എന്ത്? ഈ പൂജാരിയെ പറ്റിയാണ് ചർച്ചാ വിഷയം. അയാൾ ആർജിത്ത് മാലും പദവി ലംഘിടും ഭംഗീഷം. അയാൾക്ക് നല്ല മാലുണ്ട്, പദവിയുണ്ട്, സ്വത്തുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്. പക്ഷേ അയാൾക്കൊരു ദുഃഖം ഉണ്ട്. അയാൾക്ക് എന്തുണ്ട് മോനെ? അതെ, ഒരു ദുഃഖമുണ്ട്. എന്താ ദുഃഖം? ദുഃഖം ക്യാ ഹേ? എന്താ ദുഃഖം? അയാൾക്കുള്ള ദുഃഖം എന്ന് പറഞ്ഞാൽ അടുത്ത വരിയിൽ പറയുന്നുണ്ട്, അയാൾക്ക് കുളന്തൈകളില്ല. എന്തില്ല? മക്കളില്ല. എല്ലാ ദിവസവും നേരം വെളുത്ത് അയാളും അയാളെ പെണ്ണുങ്ങളും തീയിന്റെ മുമ്പ് പോയിട്ട് അഗ്നി ദൈവമേ കുട്ടികളെ തരണേ, ഒന്നിനെങ്കിലും തരണേ, ഒരാണിനെങ്കിലും ഒരു പെൺകുട്ടിനെയും ആൺകുട്ടിനെങ്കിലും ഒന്നിനെ തരണേ, തീയിന്റെ മുമ്പിൽ പോയിട്ട് തരണേ, തുണ ചെയ്യാൻ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, നമ്മളെ നാടുകളിൽ മുഴുവനും അല്ലാഹു തആല എല്ലാ നിലക്കുള്ള നമ്മളെ സംബന്ധിച്ചുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ആർക്കും ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ, തീനെ പൂജിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പൂജിക്കാം. നമ്മളെ കൊണ്ട് അവർക്ക് ശല്യമുണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ്. വേറെ ഏതെങ്കിലും മതക്കാരോ വിഗ്രഹ പ്രതിഷ്ഠകളെ ആരാധിക്കുന്നവരോ ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മളെ കൊണ്ട് അവർക്കൊരു ശല്യം ഉണ്ടാകാനും പാടില്ല. ഏതായാലും ഞാൻ പറയുന്നത്, നമ്മളെ വിഷയം എന്താന്ന് വെച്ചാൽ, അല്ലാഹു തആല അങ്ങനെ വിവിധ മതക്കാർ തമ്മിലുള്ള ഈ സ്വാതന്ത്ര്യവും സ്നേഹവും മനുഷ്യന്മാരാണെന്നുള്ള നിലക്കുള്ള സഹകരണവും നമ്മളെ പല്ലാറ് ഉൾപ്പെടെ എല്ലാ നാടുകളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും അല്ലാഹുവേ കാലാകാലവും നിലനിർത്തണേ. നിലനിർത്തണം റഹ്മാനെ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും മനുഷ്യന്മാരെന്നുള്ള നിലക്കുള്ള ആ ഒരു സഹകരണം അല്ലാഹു തആല ആ ഒരു സഹകരണ ബുദ്ധി നിലനിർത്തി തരണേ അല്ലാഹ്. ഒരു
ഒരു ദിവസം മെൻസസ് ഉണ്ടായില്ല, സ്റ്റോപ്പായി. ഹൈൽ ഉണ്ടാകുന്നത് ആ സമയമായപ്പോൾ ഹൈൽ സ്റ്റോപ്പായി. അങ്ങനെ നോക്കുമ്പോൾ മനസ്സിലായി ഗർഭം പിടിച്ചിട്ടുണ്ട്. ആർക്ക് ഗർഭം ഉണ്ടായിട്ടുണ്ട്? ആർക്ക്? നമ്മളെ പൂജാരിന്റെ പെണ്ണുങ്ങൾക്ക്. പൈതൽ അണും തൊണ്ടടങ്കൽ സുറൂറ പൈതന് പാറ്റുടൻ ആറി ഹറാറ പെയ്തോളം ആമോദത്തേൻ മളച്ചാരി പേരിട്ട് സൽമാനിവൻ എണ്ട് കോറി. പൈതൽ അണുന്ത് അങ്ങനെ കുഞ്ഞിനെ പ്രസവിച്ചു. ചുരുക്കി പറയാം, പെയ്തുളം ആമോദത്തേൻ മള ചാറി. സന്തോഷായി. ആർക്ക്? പൂജാരിക്കും ഭാര്യക്കും മാത്രമല്ല, മൊത്തത്തിൽ കൊട്ടാരത്തിലും നാട്ടിലും മുഴുവനും എല്ലാവർക്കും ബഹുത്ത് സിയാദ പസന്ത് ഹോഗയാ, ഭയങ്കര സന്തോഷം ഹോഗയാന്നർത്ഥം. കണ്ടോ? അങ്ങനെ കുട്ടിക്ക് പേരിട്ടു. എന്തേ പേരിട്ട് എന്നറിയോ? അല്ലാഹു തആല നമ്മളെ ബാവാജിക്കും അല്ലാഹു ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. ഞങ്ങൾ ആമീൻ പറയത്തെ, നിങ്ങളെ പേര് പറയത്തോണ്ടാ. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകുമാറാകട്ടെ. അപ്പൊ എന്താ, ഈ കുട്ടിക്ക് സൽമാൻ എന്ന് പേരിട്ടു. എന്താ പേരിട്ട്? എന്താ പേരിട്ട് മോനെ? നല്ല പേര് സൽമാൻ. ഇവിടെ അല്ലാഹു തആല നമുക്കൊക്കെ ആൺകുട്ടികളുണ്ടാകാനും പേര് സൽമാൻ എന്നിടാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞാൽ മുഅ്മിനത്തായ പെണ്ണുങ്ങൾ. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ലേ, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാക്കും അത്തീബു വന്നിസാഉ എന്ന് പറഞ്ഞ ആ പെണ്ണുങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ദുആർക്ക് നിങ്ങൾ ആമീൻ പറയോ? അല്ലാഹു തആല സൽമാൻ എന്നപോലെ ബറക്കത്തുള്ള പേരിടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിന് ആൺകുട്ടികൾ ഉണ്ടാകണം, അപ്പോഴുണ്ടാകാൻ പറ്റുള്ളൂ. നമ്മളെ തങ്ങൾക്കും അല്ലാഹു തആല സൽമാൻ എന്ന് പേരിടാൻ പറ്റിയ ഒരു കുട്ടി ഉണ്ടാകാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൊട്ടടുത്ത് അല്ലൂരിൽ പാർക്കുന്ന തങ്ങളാണ്, ഇവർക്ക് മക്കളില്ല. അല്ലാഹു തആല വലിയ ബറക്കത്തുള്ള മക്കളെ കൊടുക്കണേ അല്ലാഹ്. പെയ്തോളം ആമോദത്തേൻ മളച്ചാറി പേരിട്ട് സൽമാനിവൻ എണ്ട് കോറി ഹായന്ത് ചമ്പമെ ചന്ദിര ചേല ആനന്ദമന്ദാര ചെണ്ടത് പോല. പല്ലാർത്ത ടിഷ്യൂ പേപ്പർ ഒരു വെറൈറ്റി അല്ല. അതിൻ്റെ പൂത്തിരി കത്തിച്ചമായിട്ടുണ്ട്. പഠിച്ചവനെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാൻ മൂപ്പർക്ക് ആചാര്യർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു പൂതിയാണ്. ഏത് പൂതി മുറാദ് ആശിറാകുന്ന സ്ഥലം സ്വർഗ്ഗമാണ്, ദുനിയാവല്ല. അല്ലാഹു തആല എല്ലാം ഇങ്ങനത്തെ ഒരു പൂത്തിരി പോലത്തെ ഒരു ടിഷ്യൂ പേപ്പർ സ്വർഗത്തിൽ നിന്ന് കിട്ടാൻ അയാൾക്കും എനിക്കും അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാവരും ആമീൻ പറഞ്ഞോളി. സ്വർഗത്തിൽ നിന്ന് കിട്ടാൻ തൗഫീഖ് നൽകിയ സ്വർഗത്തിൽ നമ്മൾ എത്തുന്ന ഉറപ്പല്ലേ? പഠിച്ചവൻ കബൂലാക്കിയാൽ അല്ലാഹ് കബൂലാക്കട്ടെ. അങ്ങനെ സൽമാൻ എന്തോ ഒരു സൗന്ദര്യമുള്ള കുട്ടിയാണ് മോനെ. അൽഹംദുലില്ലാ, ഏതാനും വന്നില്ലേ. അല്ലാഹു തആല നമ്മളെ ഈ കുട്ടികൾക്ക് ബറക്കത്തുള്ള തലീക്കെട്ട്, നല്ല ബറക്കത്തുള്ള കെട്ടാക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. അങ്ങനെ നല്ല റാഹത്തോട് ദാറിൽ മുഷങ്കി കളിച്ചിരി ഘോഷം ദാരകനിൽ പകർന്നേരിടും നേഷം ഏറെ കരുതലിൽ ബൈത്തുള്ളിൽ ബത്തേ എങ്കും വിടാമൽ വളർത്തിടയും മുത്തേ. ഈ കുഞ്ഞിനെ നല്ല റാഹത്തിൽ വളർത്തുകയാണ്, വളരെ സ്നേഹത്തിൽ വളർത്തുകയാണ്. സ്നേഹത്തിൽ വളർത്തി എങ്ങോട്ടും പറഞ്ഞേക്കൂല ഈ കുട്ടിനെ. കാരണം കുറെ കാലത്തിന് ശേഷം ഉണ്ടായ കുട്ടിയല്ലേ. ഏത് കുട്ടി? സൽമാൻ റളിയല്ലാഹു തആല അൻഹു. സൽമാൻ, ആ സൽമാൻ എന്ന് പറഞ്ഞ കുട്ടിനെ പറഞ്ഞയച്ചിട്ടില്ല, എവിടേക്കും പറഞ്ഞേക്കൂല. അങ്ങനെ വലിയ റാഹത്തിൽ വലിയ സ്നേഹത്തിൽ ഇങ്ങനെ നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേങ്കടിക്കും, പേനരിക്കും എന്നൊക്കെ ഉള്ള സ്വഭാവത്തിൽ അങ്ങനെ വളർന്ന് ദാറിൽ മുശങ്കി കളി ചിരി ഘോഷം ദാരകനിൽ പകർന്നേറിടും നേശം ഏറെ കരുതലിൽ ബൈത്തുള്ളിൽ ബേത്തേ എങ്കും വിടാമൽ വളർത്തിടൈ മൂത്തേ ആരുമേ ഇല്ലംതെ കാലമിൽ കോട്ട് ആകെ അമീറിൻ സുദൻ ഉണ്ട് ദോസ്ത്. ആരുമേ ഇല്ല അന്തകാലമിൽ കൂട്ട്. ഈ കുട്ടിക്ക് കൂട്ടായിട്ട് ആരുമില്ല. ഇത് ആരെ മോനാണ്? സൽമാൻ എന്ന് പറഞ്ഞ ആരുടെ മോനാണ്?
അവിടുത്തെ അതെ പൂജാരിയുടെ മോനാണ്. അത് ഈ കുട്ടിയെ, ഈ സൽമാൻ എന്ന കുട്ടിയെ ആ കുട്ടിന്റെ ഉമ്മ പെറ്റ അതേ ദിവസം, ആ ദിവസം തന്നെ രാജാവിനൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. രണ്ടാളുടെയും ജന്മദിനം, ഡേറ്റ് ഓഫ് ബർത്ത് ഒറ്റ ജന്മദിനാണ്. ആ കുട്ടി രാജാവിന്റെ കുട്ടി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കാണും. ഈ രാജാവിന്റെ മോനല്ലാതെ സൽമാനിക്ക് എന്തില്ല, വേറെ ആരും കൂട്ടില്ല, ആരുമേ ഇല്ല. അന്ത്യകാലമിൽ കൂട്ട് ആകെ അമീറിന് സുതനുണ്ട് ദോസ്ത്. സുതന എപ്പോതിലും കൂട്ടിട ഈ ബാവ സൂക്ഷിത്ത് വഹിനിക്ക് ഇബാദത്തിൻ ആഹാ ആവാ. ഇബാദത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ഈ കുഞ്ഞിനെ പഠിപ്പിക്കും, തീൻ ആരാധിക്കാൻ വേണ്ടി പഠിപ്പിക്കും, എവിടേക്കും പറഞ്ഞേക്കൂല. ഈ പൂജാരിക്കാണെങ്കിൽ ഒരുപാട് സ്വത്തുണ്ട് നമ്മൾ പറഞ്ഞല്ലോ. അന്നത്തെ വലിയ സ്വത്ത് എന്താ ഉസ്താദെ? ഈത്തപ്പഴത്തോട്ടം. എന്ത് ഒരുപാട് വലിയ ഈത്തപ്പഴത്തോട്ടം, കാര്യമായിട്ട് അതൊക്കെയാണ് അക്കാലത്തുള്ളത്. മുന്തിരിത്തോട്ടം. അങ്ങനെ ഇടക്കിടക്ക് മിക്ക ദിവസങ്ങളിലും ഈ ബാപ്പ, ഈ പൂജാരി എവിടേക്ക് പോകും? ഈത്തപ്പഴത്തോട്ടത്തിലേക്ക് പോകും. വല്ലപ്പോഴൊക്കെ ഈ മോനെ ഒപ്പം കൂട്ടും, സൽമാൻ എന്ന മോനെ ഒപ്പം കൂട്ടും എന്നല്ലാതെ ഈ കുട്ടിനെ എവിടേക്കും പറഞ്ഞേക്കലില്ല. ഒരു ദിവസം നേരം വെളുത്ത് കുട്ടിക്ക് ഒരു 8-10 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുന്ന കൂട്ടുക. ഒരു 8-10 വയസ്സ് സൽമാൻ എന്ന കുട്ടിക്ക് ഒരു 8-10 വയസ്സുള്ള സമയത്ത് ഒരു ദിവസം രാവിലെ വാപ്പ പറഞ്ഞു, മോനെ ഇന്ന് വാപ്പാക്ക് പോകാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, നമ്മളെ കൃഷിത്തോട്ടത്തിലേക്ക് ഇന്ന് പോകാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ മോന് പോകണം കേട്ടോ. അങ്ങനെ സൽമാൻ പോവാണ്. നേരം വെളുത്തി ആദ്യമായിട്ട് ഉമ്മാൻ്റെ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ട് ഒറ്റക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ടുള്ളൊരു ഒരു നടത്തം. കുട്ടികളല്ലേ, അങ്ങനെ നടക്കുമ്പോ വിരിച്ച് ഞാന് അങ്ങനെ പാട്ട് പകുതി അറിയും. എൻ്റെ ഒക്കെ സ്വഭാവം അങ്ങനെ ഇരുന്ന് പകുതി അറിയും, ബാക്കി മൂളിയിട്ട് ഒപ്പിച്ചല. ഈ കുട്ടി ഇങ്ങനെ മൂളിപ്പാട്ടും പാടിയിട്ട് പാടത്തിന്റെ വക്കത്തുകൂടി സൽമാൻ എന്ന കുട്ടി ഇങ്ങനെ പോകണ സമയത്ത് സുഹൃത്തുക്കളെ, മോനെ കൃഷിത്തോപ്പിൽ പോയിട്ട് വരണം എന്ന് ആര് പറഞ്ഞതാണ്? ബാപ്പ പറഞ്ഞതാണ്. ഈ കുട്ടി ചെന്ന് എന്താ അവിടെ കുറെ ആൾക്കാർ കൂടിക്കണല്ലോ, എന്താ സംഭവം? ഈ കുട്ടി ഇങ്ങനെ കാണുകയാണ്, അവിടെ ഇങ്ങനെ കുറെ ആൾക്കാർ കൂടിക്കുന്ന ഒരു കാഴ്ച. അപ്പൊ ഈ കുറെ ആൾക്കാർ അതിനുള്ളിൽ കയറണുണ്ട്, കുറെ ആൾക്കാർ പുറത്ത് നിൽക്കണുണ്ട്. ഈ കുട്ടി നമ്മളെ കഥാപുരുഷൻ സൽമാൻ ഈ കാഴ്ച കാണുകയാണ്. ഏത് കാഴ്ച? കുറെ ആൾക്കാർ അവിടെ കൂടിക്കുന്നുണ്ട്, കുറെ ആൾക്കാർ ഉള്ളിലേക്ക് കയറി വെക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചെറിയ കുട്ടിയല്ലേ, ഇതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് പോയി. നേരത്തെ നമ്മൾ നൗഫൽ പറഞ്ഞ മാതിരി ഒരു പെമ്പറന്നോളം ആസ്പത്രിയിൽ പ്രസവിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടി കാണാൻ വേണ്ടി പോയിക്കുന്ന് പറഞ്ഞ മാതിരി, ഒരു തുണി ആരും മറച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞ മാതിരിയാണ്. ഈ സൽമാൻ ചെറിയ കുട്ടിയാണല്ലോ. ഈ ചെറിയ കുട്ടിയായിരിക്കുന്ന സൽമാൻ എന്താ അവിടെ കുറെ ആൾക്കാർ അവിടെ അങ്ങനെ കൂടിക്കുന്നു, കുറെ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കയറുന്നുണ്ടല്ലോ. ഈ കാഴ്ച അങ്ങനെ കാണുകയാണ്. ആരാ മോനെ കണ്ടത്? സൽമാൻ. അപ്പൊ സൽമാനും അവിടെ അടുത്ത് പോയി നോക്കി, അടുത്തേക്ക് അങ്ങോട്ട് പോയി നോക്കി. അപ്പൊ എന്താ സംഭവം? അവിടെ ഉള്ള സംഭവം എന്താ വെച്ചാല് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തുകളായ മുഅ്മിനീങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാഹ്. അള്ളാന്റെ നബിയും റസൂലുമായ സയ്യിദുനാ ഈസാ നബിയിൽ വിശ്വസിച്ചവരായ യഥാർത്ഥ മുഅ്മിനീങ്ങളാണ്. ചെണ്ടപ്പൾ കണ്ട് കനീസയുണ്ടാടെ ചെല്ലുന്ന നസും ദിക്റും ഖുശൂഓടെ പൂണ്ട് ഗമിത്തിടൈ കേട്ടന്നോരോശ പൂമാനറിന്തിടുവാനാണയും ദാശ പൂണ്ട് ഗമിത്തിടൈ കേട്ടന്നോരോശ പൂണ്ട് ഗമിത്തിടൈ കേട്ടന്നോരോശ പൂമാനറിന്തിടുവാൻ അണൈന്താശ ചെണ്ടപ്പൾ കണ്ട് കനീസയുണ്ടാടെ ചെല്ലുന്ന നാസ് ദിക്റും ഖുശൂഓടെ. ചെണ്ടപ്പൾ കണ്ടു കനീസയുണ്ടാടെ, ഒരു ഇബാദത്തിന്റെ സ്ഥലം, ഒരു പള്ളി അവിടെ ഉണ്ട്. നമ്മളെ ഭാഷയിൽ പറയാം, ഒരു പള്ളി ഉണ്ട്. ചെല്ലുന്ന നാസ് ദിക്റും ഖുശൂഓടെ, ജനങ്ങൾ ഇങ്ങനെ ദിക്ർ ചൊല്ലുകയാണ്. അപ്പൊ കുറച്ചു നേരം മഹാനായ സൽമാൻ എന്ന് പറഞ്ഞ ഈ കുട്ടി ഇതിങ്ങനെ നോക്കി നിന്ന്. സൽമാനിക്ക് ഒറ്റ ഇബാദത്ത് മാത്രമേ അറിയുള്ളൂ. എന്താ അറിയാം?
തീ കത്തിച്ചാണ്ട് കുറെ വിറകിട്ടാണ്ട് തീ കത്തിച്ചാണ്ട് അതിന്റെ മുമ്പിൽ പോയാണ്ട് ഇങ്ങനെ പൂജിക്കണതല്ലാതെ നമിക്കുന്നതല്ലാതെ വേറൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇബാദത്ത് ആദ്യമായിട്ട് കാണുകയാണ് നമ്മുടെ കഥാപുരുഷൻ ആര്? സൽമാൻ. അപ്പൊ ഈ കുട്ടിക്ക് തോന്നി ഇത് തരക്കടില്ലല്ലോ, ഇത് കുട്ടിക്ക് ആദ്യം തന്നെ സംശയമുണ്ട്. തീനങ്ങനെ തീ കത്തിക്കുക, വിറകൊണ്ട് സ്വന്തം കൈകൊണ്ട് കത്തിക്കുക, എന്നിട്ട് ആ തീ നമ്മളെ പടച്ചോനാന്ന് പറയും ചെയ്യുക. ഈ വിഷയത്തിൽ കുട്ടിക്ക് നേരത്തെ തന്നെ ഒരു സംശയമുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ കാഴ്ച ഈ കുട്ടി ഇങ്ങനെ കാണുകയാണ്. കുട്ടിയാണ് ചെന്ന് ഉള്ളിൽ കണ്ട് കയറി എല്ലാവരും ചെല്ലണമാതിരി കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റിന്റെ സദസ്സിൽ, അത് ഈസാ നബിന്റെ കാലത്തായാലും ഏത് കാലത്തായാലും ആരുണ്ടാകും? മലായിക്കത്തുണ്ടാകും, മലായിക്കത്തുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞിട്ടുണ്ട്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കുട്ടി അവിടെ തന്നെ നിന്ന് അവിടെ തന്നെ ആ മജ്ലിസിൽ ആ സദസ്സിൽ ഇരുന്ന് ദിക്റിലും സലാത്തിലും ദിക്റിലും ഖുശൂഇലൊക്കെ കണ്ടോ, അങ്ങനെ കുറെ നേരം ഇങ്ങനെ നിന്നപ്പോൾ കുട്ടിക്ക് നല്ല റാഹത്തായി. തോട്ടത്തിൽ പോയോ? പോയില്ല. വൈകുന്നേരമായി. അവിടെ ഇവിടെയൊക്കെ നിന്ന് വൈകുന്നേരമായി പരീക്ക് മടങ്ങി. ബാപ്പണ്ട് കാത്തുക്കണ് പരി. മോനെ, എടാ മോനെ, ജി പോയില്ലേ നമ്മളെ കൃഷിത്തോട്ടത്തിൽ പോയില്ലേ? ബാപ്പ ഞാൻ പോയിട്ടില്ല ബാപ്പ. പിന്നെ എന്തായിരുന്നു പാട കുട്ടി എന്താ എത്ര നേരം പറ്റിയത്? അതെ, പോണ വൈക്കൽ എല്ലാവരും കൂടി ഇങ്ങനെ ദിക്റും കുറെ ആരാധനകൾ ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടപ്പോ അവിടെ കയറിയിരുന്നതാണ്. അപ്പൊ ബാപ്പ പറഞ്ഞു, തീയാണിലാഹണ്ട് പൊയ് വീണ്ടും ഉന്നി തീർത്തും ഇബാദത്തനലെന്റെ മുമ്പിൽ. മോനെ, തീയാണ് ഇലാഹണ്ട് പൊയ് വീണ്ടും ഉന്നി. ബാപ്പ പറഞ്ഞു, മോനെ അതൊന്നും ഇലാഹിനെ പറ്റിയുള്ള യഥാർത്ഥ ഇലാഹിലുള്ള ആരാധന അല്ല. യഥാർത്ഥ ഇലാഹാരാണ്, അത് അഗ്നിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ മോന്റെ സംശയം നീങ്ങിയില്ല. മോൻക്ക് ബാപ്പ പറഞ്ഞ സത്യം എന്നുള്ള ബോധ്യം വന്നില്ല. എന്നാലും ബാപ്പാക്ക് ദേഷ്യം പിടിക്കുന്നു മനസ്സിലാക്കിയിട്ടോ മറ്റോ കുട്ടി മുണ്ടാതിരുന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ വന്നു. ആകെയുള്ള കൂട്ടുകാരൻ ഒരാളാണല്ലോ. അത് ആരെ മോനാണ്? രാജാവിന്റെ മോനാണ്. ആ രാജാവിന്റെ മോൻ വന്നിട്ട് പറഞ്ഞു, മോനെ, എടാ സൽമാനെ, ഞമ്മക്കൊരു സ്ഥലത്ത് പോകാനില്ലടാ. എവിടേക്കാ പോണ്? കാട്ടിലേക്ക് പോകണം. കാട്ടിലെന്താണുള്ളത്? ശിക്കാറുണ്ട്. ഇടക്കിടക്ക് അവൻ പോകലുണ്ട്. ആര്? രാജാവിന്റെ മോന് വല്ലപ്പോഴൊക്കെ പോകലുണ്ട്. എവിടേക്ക്? 10, 14, 15 വയസ്സായല്ലോ അപ്പോഴേക്കും. പോയിട്ട് കാട്ടിൽ പോയിട്ട് മാനിനെയും ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ കൊണ്ടുവരലും പതിവുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാനടാ, ഇജ്ജ് വരണോന്ന് വെച്ചു. നീ വരുന്നുണ്ടോന്ന് ചോദിച്ചു. സൽമാൻ പറഞ്ഞു, ഞാൻ വരണേന് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ ബാപ്പ വിടൂല. അപ്പൊ പറഞ്ഞു, രാജാവിന്റെ മകൻ പറയാണ്, പ്രശ്നമില്ല, തോളരോടോതി സൽമാനിക്കാര്യം തോഷകൻ കണ്ടോടൻ പരിഹാരം തളിർ ബന്ദാശ അന്നാഗദരിൽ താതന്യേകില്ല ബൽ ഇതിന് നേരിൽ തോളരോടോതി സൽമാനിക്കാര്യം തോഷകൻ കണ്ടോടൻ പരിഹാരം. തളിർബന്ധാശ നഗതാരിൽ സൽമാന്റെ മനസ്സിൽ ആശ വന്നു പോകാൻ വേണ്ടി. നായാട്ടിന് കാട്ടിലേക്ക് പോകാനുള്ള താല്പര്യം വന്നു. പക്ഷേ തോളരോട് ഓതി സൽമാൻ ഇക്കാര്യം കൂട്ടുകാരനോട് പറഞ്ഞു, എൻ്റെ ബാപ്പ സമ്മതിക്കൂല. കൂട്ടുകാരൻ പറഞ്ഞു, പരിഹാരം അണുപ്പാൻ അടുത്ത് പദമായി അബൂ സൽമാനിൽ ഒത്ത് സൽമാന്റെ ബാപ്പാന്റെ അടുക്കൽ ചെന്നിട്ട് രാജാവിന്റെ മകൻ പറഞ്ഞു, എന്ത്, ഞാൻ നാളെ രാവിലെ പോകുമ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ നിങ്ങളെ മോനെ ഒന്ന് ഒപ്പം കൂട്ടും. ജി പോണ്ടെങ്കിൽ നീ കൊണ്ടുപോവുകയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ പോയി. ചുരുക്കി പറയാ, പകുതി സമ്മതം കിട്ടി, അല്ലെങ്കിൽ മുക്കാ സമ്മതം കിട്ടി. പോയി കുറേ അങ്ങോട്ട് പോയി. കുതിരപ്പുറത്ത് രണ്ടാൾ എന്ന് പറഞ്ഞാൽ ഒന്ന് രാജാവിന്റെ മോനും ഒന്ന് പൂജാരിന്റെ മോൻ. കുറേ അങ്ങോട്ട് ചെന്നപ്പോ കാട്ടില് ഒരു കാഴ്ച. എന്താ കാഴ്ച? ഒരു ഹൈമ. ഹൈമ എന്നാണ് മനസ്സിലായോ? ഒരു ചെറിയ കൂടാരം. പഴയ കാലത്തൊക്കെ കുട്ടികൾ കളിക്കാൻ വേണ്ടിയൊക്കെ കൂടാരൊക്കെ ഉണ്ടാക്കലുണ്ടായിരുന്നു. എന്ത് കൂടാരം ഉണ്ടാക്കൽ? ഈന്തപ്പനന്റെ ഓല കൊണ്ടൊക്കെ കൂടാരൊക്കെ ഉണ്ടാക്കിയില്ലേ അല്ലേ ഉസ്താദെ? ഇപ്പം പിന്നെ അങ്ങനത്തെ കളിയൊന്നുമില്ല. അങ്ങനത്തെ ഒരു കൂടാരം കാണുകയാണ് കാട്ടിൽ. ഇവര് രണ്ടാളുമാണ് ചെന്ന്. ആദ്യം മുന്നിൽ രാജാവിന്റെ മോനാണ്ട് ചെന്ന്. ആരാപ്പ ഈ കാട്ടിൽ ആളും മനുഷ്യനും ഇല്ലാത്ത ഈ കാട്ടില്
മധ്യാഹ്ന വേളയിൽ പോലും ആ കാട്ടിലേക്കെത്തി നോക്കാറില്ല മാനവ ജീവികൾ, എത്തി നോക്കാറില്ല മാനവ ജീവികൾ. ആരാപ്പ ഈ കാട്ടില്? രാജാവിൻ്റെ മകൻ. മന്ദം മന്ദം, മെല്ലെ മെല്ലെ, സ്ലോലി സ്ലോലി അങ്ങോട്ട് ചെന്നപ്പോ ഒരു വയസ്സൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പുഞ്ചിരിക്കുക. ഒരു വയസ്സൻ കാക്ക, നല്ല താടിയൊക്കെ അങ്ങനെ നീട്ടി വളർത്തിയിട്ട് ഒതുക്കി വെച്ചിട്ട്, നീട്ടി വളർത്തി വെച്ചിട്ട് മറ്റേ കുരുപ്പിൻ്റെ മാതിരി വളർത്തിയിരിക്കുകയല്ല, മനുഷ്യന്മാരെ മാതിരി വളർത്തിങ്ങാണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിരിക്കണത്, സുന്നത്താക്കിക്കണത് അങ്ങനെയാണ്. ഒക്കെ ഒന്ന് വെട്ടി ഒതുക്കി, അങ്ങനത്തെ നല്ല വെട്ടി ഒതുക്കി ഒരു റാഹത്തുള്ള താടിയുള്ള ഒരു വയസ്സൻ അവിടെ ഇരുന്നിട്ട് മുന്നിൽ എന്തോ ഒരു കിതാബുണ്ട്. ആ വയസ്സൻ ഇങ്ങനെ ഓതണ കാഴ്ചയാണ് രാജാവിൻ്റെ മകൻ കണ്ടത്. എടാ ഇങ്ങോട്ട് വാടാ, സൽമാനെയും വിളിച്ചു. അപ്പം ഈ വയസ്സായ ആളോട് ഇങ്ങോട്ട് വരും മക്കളെ, പുഞ്ചിരിച്ചുകൊണ്ട് ഈ വയസ്സനായിരിക്കുന്ന ആള് രണ്ടാളെയും 2 കുട്ടികളെയും അരികിൽ വിളിച്ചു. നിങ്ങൾ എവിടുന്ന് വരുന്നത്, നിങ്ങൾ ആരാണ്, എന്താണ് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഈ കുട്ടികൾ പറഞ്ഞു. എന്ത് പറഞ്ഞു? അറിഞ്ഞിടാൻ മൊഞ്ചുടയവർ വന്ന് നിറയുന്ന പുഞ്ചിരി മുനിയിൽ തെളിന്ത്, അടുത്ത് ചോദ്യം തൊടുത്തുടൻ വെളി പെടുത്തു വീണുമൈമൻ. അതുപടി അധരമിനൊതിരുമതു ഒളുകിടുമൊളി ഉതിർത്തയേടനതായ മൈകളിൽ തിരുത്ത് തരുപാത. അറിന്തിടാൻ മൊഞ്ചുടയവർ വന്ന് നിറൈந்த പുഞ്ചിരി മുനിയിൽ തെളിന്ത്, അടുത്ത് ചോദ്യം തൊടുത്തുടൻ വെളി പെടുത്തു വീണുമൈമൻ. അതുപടി അധരമിനൊതിരുമതു ഒളുകിടുമൊളി ഉതിർത്തയേടനതായ മൈകളിൽ തിരുത്ത് തരുപാത. ഈ 2 കുട്ടികൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ കുട്ടികൾ അരികിൽ വിളിക്കുകയാണ്. അടുത്ത് ചോദ്യം തൊടുത്തുടൻ വെളിപ്പെടുത്തുവീൻ ഉമൈമൻ. ഉമൈമൻ മൻ എന്ന് പറഞ്ഞ ആര്? അറബികളെല്ലാം കൊണ്ടേ അത് എരപ്പാക്കി കണ്ട് നമ്മൾ മലപ്പുറത്ത് പേര് മലയാളത്തിന് എരപ്പാക്കി മാതിരി മീൻ എന്നാ പറയാ. ശരിക്കും മൻ എന്നാ പറയണ്ട്. ആര് എന്നുള്ളതിന് ഒറിജിനൽ അറബി ഭാഷ എങ്ങനെ മോനെ ചോദിക്കുക? മൻ മൻ മന ക്യാ ഹെ ഹൂ എന്നതിന്റെ അർത്ഥം. നിങ്ങൾ ആരാണ് മോനെ എന്ന് ഈ വയസ്സൻ ചോദിച്ചപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ രാജാവിൻ്റെ മോനാണ്. ഇവൻ ഞങ്ങളെ ഞങ്ങളെ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ പൂജാരിയുടെ മോനാണ്. അഗ്നിയെ പൂജിക്കുന്നയാളിൻ്റെ മോനാണ്. ഓക്കെ. ഈ കുട്ടികൾ കൗതുകത്തിൽ ചോദിച്ചു നിങ്ങൾക്ക് ഇവിടെ ആരുമില്ലേ? എനിക്കിവിടെ ആരുമില്ല. എനിക്ക് ആരും വേണ്ട മോനെ, ഞാനിവിടെ അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കുകയാണ്. അപ്പൊ ചോദിച്ചു, അതരമീൻ ഉതിരും ആ മധു ഒളുകിടും മൊളി ഉതിർത്ത ഏടനതാ. ഒരു ഏട് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ ഏട് ഏതാണ്, കിതാബ് ഏതാണ് എന്ന് കുട്ടികൾ ചോദിച്ചപ്പോൾ ആ ചിരിത്ത് മറുപടി ഷൈബ ഖിതാബായി. ഷൈബ എന്ന് പറഞ്ഞ വയസ്സൻ. ആ വയസ്സൻ ചിരിച്ചുകൊണ്ട് മറുപടി പറയാണ്, ബിരുത്തി ബഹുമതി ഉടയ കിതാബ, ഇത് ബറക്കത്തുള്ള കിതാബാണ്. എന്താണെന്നറിയോ? ഇത് ഏതാ കിതാബ് എന്നറിയോ? ജഗത്തിന് അധിപതി ഇഹത്തിൽ പ്രതിനിധി അയത്തവൻ, ലോകത്തിലേക്ക് മുഴുവനും അള്ളാഹുവിന്റെ പ്രതിനിധിയായി അള്ളാഹ് അയച്ച അള്ളാഹുവിന്റെ റസൂലായിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാമിന്റെ മേൽ, ഈസാ റസൂലിന്റെ മേൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹ് ഇറക്കിയ കിതാബാണിത്. ഇത് ഇഞ്ചീൽ എന്ന് പറയുന്ന കിതാബാണ്. ആ വയസ്സൻ പറയുകയാണ്, ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ചിരിത്ത് മറുപടി ശൈബ ഖിതാബായ്, ബിരുത്തി ബഹുമതി ഉടയ കിതാബ, ജഗത്തിൻ അധിപതി ഇഹത്തിൽ പ്രതിനിധി അയത്തവൻ നമതിൽ നെടുനാൾ, ജയമേശ നബി ഈസ തരുളരിലരുളിയ കലാമിദിഞ്ചീല സുരസുഖ സലാമത്തും ഇതിലാ. ആ ഉസ്താദിന്റെ മറുപടിയാണ്, ചിരിത്ത് മറുപടി ശൈബ ഖിതാബായ്, ബിരുത്തി ബഹുമതി ഉടയ കിതാബ, ജഗത്തിൻ അധിപതി ഇഹത്തിൽ പ്രതിനിധി അയത്തവൻ നമതിൽ നെടുനാൾ, ജയമേശ നബി ഈസ തരുളരിലരുളിയ കലാമിദിഞ്ചീല സുരസുഖം
സലാമത്തും ഇതിലാ. ഇത് അള്ളാന്റെ കലാമാണ് മക്കളെ, ഇഞ്ചീലാണ്. എന്നിട്ട് പറയാണ്, ഈ ഇഞ്ചീൽ ആര് ഇറക്കിയതാണ്? അള്ളാന്റെ കിതാബാണ്, അള്ളാഹ് ഇറക്കിയതാണ്. ആരാണ് അള്ളാഹ് എന്ന് പറഞ്ഞാല് പെരുത്ത ബഹറുകൾ, ത്വയ്ർ, മൃഗാദി, ബഹറിനെ പടച്ചവൻ അവനാണ്. കടലിനെയും കരയെയും പിന്നെ ത്വയ്ർ, മൃഗാദി, പക്ഷി മൃഗാദികളെയും തെറൈത്ത ജബലുകൾ. ജബൽ എന്ന് പറഞ്ഞാൽ മൗണ്ടൻ അല്ലേ? മൗണ്ടൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ മോനെ? എന്നാ മൗണ്ടൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മല. മൗണ്ടൻ എന്നും പറയാ, ഹിൽ എന്ന് പറയാ. ഏതായാലും ആ ജബലുകളെയും പർവ്വതങ്ങളെയും എല്ലാത്തിനെയും പടച്ചവൻ, നെബുത്ത്, ലതാദി സസ്യങ്ങളെ പടച്ചവൻ അള്ളയാണ്. ആ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് നമ്മൾ വേണ്ടത്. ഈ ഉസ്താദ് പറയുകയാണ്, പേരൊത്ത ബഹറുകൾ, ത്വയ്ർ, മൃഗാദി, തെറൈത്ത ജബലുകൾ, നെബുത്ത്, ലതാദി, പടൈത്ത പരനിൽ വന്നടുത്തിടാനുടൻ അടുത്തിടീനോങ്കൾ മനതോറപ്പണുന്തിങ്ക തൂതി പൊങ്കം വശി പന്തിട്ടതിൽ തങ്കാൻ ഖറാറോറ് പീരേ ജഹന്നത്തിൻ ഹെറാറോഷി പീരേ. ജഹന്നത്തിൻ ഹെറാറോഷി പീരേ. നരകത്തിൽ കടക്കാതെ നിങ്ങൾ കാക്കണം. ഈ കുട്ടി നിങ്ങൾ നരകത്തിനെ തൊട്ട് കാക്കണം. ആരാ പറഞ്ഞു കൊടുത്തത്? ഈ ഉസ്താദാണ്. അയാൾ വലിയ ആലിമ. ആ മഹാൻ ഇഞ്ചീൽ പഠിച്ച മഹാൻ, തൗറാത്ത് പഠിച്ച മഹാൻ. ആ മഹാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഈ കുട്ടിയൊക്കെ നല്ല ഒരു ഈമാനും ഒരു ഉറപ്പും അള്ളാന്റെ ദീനിനെ പറ്റി, അള്ളാഹുവിൻ്റെ റസൂലായിരിക്കുന്ന സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാമിനോടുള്ള അടങ്ങാത്തൊരു ബഹുമാനം ഖൽബിന്റെ ഉള്ളിൽ രൂഢമൂലമായി, ഖൽബിന്റെ ഉള്ളിൽ ഒരു സ്നേഹം അള്ളാന്റെ മുർസലീങ്ങളോട്, ഖൽബിന്റെ ഉള്ളിൽ സ്നേഹം അങ്കുരിച്ചു, പൊട്ടിമുളച്ചു. അങ്ങനെയാണ് സ്നേഹം. സ്നേഹം തന്നെ ഇസ്ലാം അല്ലേ? പ്രേമാണ് ഇസ്ലാം. പ്രേമിക്കൽ ഫർളാണ്. ഫർളല്ലേ? അല്ലാഹ് വല്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ആരെ പ്രേമിക്കണം? അല്ലാഹനെ പ്രേമിക്കണം അല്ലേ? ഹബബ്തുക ലാലിബൽ ലിഅന്നക അഹ്ലുഹു. അങ്ങനെ അതാര് പറഞ്ഞതാണ്? ഇപ്പൊ ചൊല്ലിയ ബൈത്ത് മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതാണ്. ഹബബ്തുക ലാലിബൽ ലിഅന്നക അഹ്ലുഹു. ഈ കുട്ടികൾക്ക് അതാ ജല്ല ജലാലായ റബ്ബിനോട് നല്ലോണം ബന്ധി, യഖീൻ, ഉറപ്പുണ്ടായി. തെല്ലോളം ഇല്ലൊരു ശക്ക്, തീരെ സംശയമില്ലാത്ത ഉറപ്പുള്ള ഈമാൻ. കണ്ട, ലോകങ്ങളെ പടച്ചവൻ, സർവ്വ മഖ്ലൂഖാത്തിനെയും സർവ്വ കായിനാത്തിനെയും പടച്ചവനായ, ബ്രഹ്മാണ്ഡ കടാഹങ്ങളെയും സൃഷ്ടിചരാചരങ്ങളെയും പടച്ചവനായ റബ്ബിനോട് ഒരു ആരാധനാ മനോഭാവം ഈ രണ്ട് കിടാക്കളുടെ, ഈ രണ്ട് മക്കളുടെ ഖൽബിന്റെ ഉള്ളിൽ വരികയാണ്. അതാണ് മഹാകവി സിദ്ദീഖ് മുർഷിദി ഉസ്താദ് പാടുന്നു. ജല്ല ജലാലഹദിൽ നല്ലോണം ബന്ധ യഖീൻ, ചെല്ലോളം ഇല്ലൊരു ശക്ക്, ജഗമേതും തീർത്തവന് പകലല്ലും ഓർത്ത് മനം, സകലം സിറായ ബശിക്ക്, സകലം സിറായ ബശിക്ക്. ചെല്ലും ഗുരു സവേദം കൊല്ലും അറിന്ത് മതം, മെല്ലെ സമാനും അകന്ത് ചേരാനായി നല്ല കോതി ആരാധ്യൻ അല്ലാ മതിയും ആരാമ ചെലുമികന്ത്, ആരാമ ചെലുമികന്ത്. ജല്ല ജലാലഹദിൽ നല്ലോണം ബന്ധ യഖീൻ, തെല്ലോളം ഇല്ലൊരു ശക്ക്, ജഗമേതും തീർത്തവന് പകലല്ലും ഓർത്ത് മനം, സകലം സിറായ ബശിക്ക്, സകലം സിറായ ബശിക്ക്. ഈ രണ്ട് കുട്ടികളെ ഖൽബിലും ഈമാൻ ഉറച്ചു. പക്ഷേ സകലം സിറായ ബശിക്ക്, കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ അവരെ ഖൽബിൽ ഈമാനുണ്ട്. അത് സിറായിട്ട് അവർ മനസ്സിലവിടെ വെച്ചു എന്ന് പറഞ്ഞാൽ സ്വകാര്യമാക്കി അവിടെ വെച്ചു.
കൊട്ടാരത്തിൽ മുണ്ടാൻ പറ്റുമോ? മുണ്ടാൻ പറ്റൂല. അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ പറ്റുമോ? ഞങ്ങൾ അള്ളാഹിൻ്റെ ആൾക്കാരാണ്, അള്ളാഹിൻ്റെ ഇബാദുകളാണ്, അടിയാറുകളാണ് ഞങ്ങളെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അള്ളാഹിൻ്റെ റസൂലായിരിക്കുന്ന സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാമിനെ പറ്റി ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. ആമന്നാ ബില്ലാഹി വബി റസൂലിഹി ഈസാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. അങ്ങനെ വളരെ സ്വകാര്യമായി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൊട്ടാരത്തിൽ ഒരു പുതിയ വിശേഷം. കൊട്ടാരത്തിലൊരു പുതിയ വിശേഷം. എന്താ പുതിയ വിശേഷം എന്നറിയോ? നാളൊന്നിൽ ആ ഖസറിൽ ആളേറെ ഉണ്ട്. അശകിൽ നീളെ കടന്നു വരുന്നു. ആ കൊട്ടാരത്തിലേക്ക് ഒരു ദിവസം രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കോടന്മാരുണ്ട്, തടിമാടന്മാർ, വലിയ വലിയ തടിമാടന്മാരും വലിയ വലിയ VIP-കളും പെണ്ടികളും. പെണ്ടി എന്ന് പറഞ്ഞ പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളും വലിയവരും ആബാലവൃദ്ധം ജനങ്ങൾ എല്ലാവരും ആടയണിന്ത് ഗമയിൽ. ആടാന്ന് പറഞ്ഞാൽ നല്ല ഡ്രസ്സ് ഇട്ട് കണ്ട് ഇങ്ങനെ വരികയാണ്. എവിടേക്കാ വരുന്നത്? രാജാവിന്റെ കൊട്ടാരത്തിലേക്ക്. അപ്പൊ എന്താ സംഭവം? കോളിൽ വരുന്ന ഫളിൽ ആളും ലയൂഫുകൾ അന്നോളം നിറയത്ത് സഭയിൽ. അവിടെ ഒരു ലൈഫുകളാണ് വരുന്നത്, ഗസ്റ്റുകൾ വരികയാണ്. എന്താ പ്രശ്നം? രാജാവ് നാട്ടുകാരെ മുഴുവനും വിരുന്നിന് വിളിച്ചിരിക്കുകയാണ്. എല്ലാവരും വരണം, രാജാവിന്റെ വക ഒരു വിരുന്ന്. അങ്ങനെ വലിയ വലിയ ആൾക്കാരൊക്കെ അതാ വരികയാണ്. നാളൊന്നിൽ ആ ഖസറിൽ ആളേറെ ഉണ്ടശകിൽ നീളെ കടന്ന് വരുന്ന് നാടൈ ഭരിത്തിടുവോൻ ആടെ ഒരുക്കി തുതി നേടാൻ കൊതിത്ത് വിരുന്ന് കോളിൽ വരുന്ന് ഫളിൽ ആളും യൂഫുകളും ഓളം നിറയ്ത്ത് സഭയിൽ കോടന്മാരുണ്ട്, തടി മാടന്മാർ, പെണ്ടുകളും ആടയണിന്ത് ഗമയിൽ. രാജാവ് വലിയ പ്രൗഢിയോടെ വലിയ അഹങ്കാരത്തോടെ അബൂജാഹിലിനെ പറ്റി അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞല്ലോ, എന്ന് സൂറത്തുൽ അംഫാലിൽ അല്ലാഹു തആല പറഞ്ഞത് ഇമാം സ്വാവി തങ്ങൾ വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. അതുപോലെ ബത്വറൻ വലിയ അഹങ്കാരത്തോടുകൂടി ഈ രാജാവ് ഗമയോട് അണ്ടരജൻ കമനീയ പന്തലതിൽ ചമയങ്ങൾ തീർത്ത് ബരവായി. വലിയ ചമയങ്ങളുണ്ട് കൊട്ടാരത്തിലൊക്കെ, ചമയങ്ങളുണ്ട്, ഡെക്കറേഷൻ ഉണ്ട്, പലതുമുണ്ട്. അങ്ങനെ കളി ഒരു ഭാഗത്ത്, കൈമുട്ടൊരു ഭാഗത്ത്, പെണ്ണുങ്ങളുടെ ഡാൻസ് ഒരു ഭാഗത്ത്, അങ്ങനെ പല പരിപാടിയും. ഗമയോടെ അണ്ടരജൻ കമനീയ പന്തലതിൽ ചമയങ്ങൾ തീർത്ത് ബരവായി. കളിയും കൈമുട്ട് താളം കുളിറേറ്റും മറ്റു മേളം കൊള്ളലും കൂത്തൊത്ത് തരമായി. എല്ലാരും ഇങ്ങനെ വരുമ്പോ ഈ രണ്ട് കുട്ടികളെ കാണാനില്ല. മോനെ, വിരുന്നിന് വേണ്ടി നോക്കുമ്പോ ഈ രണ്ട് കുട്ടികളെ കാണാനില്ല. ഏത് കുട്ടികള്? ഒന്ന് രാജാവിന്റെ മോനാണ്. രാജാവിന്റെ മോൻ ഇതിനൊക്കെ ആക്കി അയച്ചേണ്ട ആളാണ്. നമ്മളെ ഭാഷയിൽ പറഞ്ഞല്ലേ, നേതൃത്വം കൊടുക്കേണ്ട ആളല്ലേ. ദർസിന്റെ വാർഷികം ഉണ്ടാകുമ്പോൾ ആ കണ്ണട വെച്ച കുട്ടിയൊക്കെ അവിടെയും പോയി കിടന്നുറക്കാൻ പറ്റൂല. അത് ആക്കി അയച്ചേണ്ട ആൾക്കാരാണ്. അള്ളാഹു ഖൈറായ ഒരുപാട് വിഷയങ്ങൾ ആക്കി അയച്ചാനും നല്ല ദർസ് നടത്താനും ആ കുട്ടിക്കും എനിക്ക് അടക്കം എല്ലാവർക്കും തൗഫീഖ്, നല്ല മുതഅല്ലിമീങ്ങൾക്ക് എല്ലാം തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലേ, ആക്കി അയച്ചണ്ടേ? പടച്ചോനെ, എൻ്റെ മോൻ്റെ കല്യാണം വരാൻ പോവാണ് ഇൻഷാ അല്ലാഹ്, എൻ്റെ മോളെ കല്യാണം വരാൻ പോവാണ്. ഞാനല്ലാതെ വേറെ ആരാ ആക്കി അയച്ചുണ്ടാകുക? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചോൻ പൊരുത്തപ്പെട്ട നിലയ്ക്ക് അതൊക്കെ ഒരു ഇബാദത്താണ്. മക്കളെ കെട്ടിക്കലും ആൺകുട്ടികളെ കെട്ടിക്കലും പെൺകുട്ടികളെ കെട്ടിക്കലും ഒക്കെ ഇബാദത്ത് തന്നെ. ജാമിഉ എന്നുള്ള ഫിഅൽ സർഫാക്കുകയാണെങ്കിൽ അതും ഒരു ഇബാദത്ത് തന്നെ. എല്ലാം അള്ളാഹ് പൊരുത്തപ്പെട്ട രൂപത്തിൽ ആക്കി തീർക്കണേ അല്ലാഹ്. എല്ലാം അള്ളാഹിൻ്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എവിടെ പോയി നമ്മളെ സൽമാന്, സൽമാന് രണ്ടാളും കാണില്ല. അപ്പം ചെന്ന് നോക്കി, ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു വെച്ച്, എന്തേ പഠിച്ചോനെ, രണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും സോക്കടായോ? അങ്ങനെ ചെന്ന് നോക്കുമ്പോ ഇവര് രണ്ടാൾ റൂമിന്റെ ഉള്ളിലാ, ഔത്ത് ഉള്ളിൽ. അപ്പം എന്താ, ഒരു കുഴപ്പമില്ല.
എടാ നിങ്ങളെ വിളിക്കണടാ, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ എന്തെങ്കിലും സോക്കട് എന്തെങ്കിലും ഉണ്ടാ? ഞങ്ങൾക്കൊരു സോക്കടും ഇല്ല. ബാടെന്നാല് ബാപ്പത വിളിക്കണം, നിങ്ങളെ രണ്ടാളും ബാപ്പത കാത്തിരിക്കണം. അപ്പൊ കുട്ടികൾ പറയാ, ഉമൈ കൂടെ ഉണ്ടിടുവാൻ യമൈ രണ്ടും ബന്ധിടുക, നിങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ വരൂല. സമദാണേ ഹക്ക്, സമതായ റബ്ബിനെ തന്നെ സത്യം, ഞങ്ങൾ വരൂല. ഉന്നാമതിന് സബബ്, നന്നായതില്ല അറവ് തിന്നാൻ ഇതല്ല ഹലാല്. നിങ്ങൾ ഒട്ടകത്തിനറുത്തിട്ട് തിന്നുമ്പോ ആ അറവ് ശരിയല്ല, നിങ്ങൾ അർത്താല് ഞങ്ങൾക്ക് തിന്നാൻ പറ്റൂല. ഈ രണ്ട് കുട്ടികളും ഹിമ്മത്തിൽ അപ്പൊഴുതിൽ ഒരു പേടില്ലാതെ മനക്കരുത്തോടുകൂടി ഇമ്മട്ടിൽ എമ്പുവതിൽ ഹമ്മെത്തി അപ്പരിശത്തിൽ. ഇതങ്ങോട്ട് കേട്ടപ്പോ എല്ലാവർക്കും ഭയങ്കര ഹമ്മായി. ഇതെന്താടാ ഈ കുട്ടികൾ എന്താണ് ഈ പറയണത്, ഇവർക്ക് എന്തിന്റെ മാനസിക രോഗം പറ്റിയത് എന്നുള്ള ഒരു ഹമ്മ എല്ലാവർക്കും. ഉമ്മയ്ക്കൂടെ ഉണ്ടിടുവാൻ എമ്മൈ രണ്ടും ബന്ധിടുക, സ്വമതാണ് ഹക്ക് ഇത് കേൾ, സ്വമതാണ് ഹക്ക് ഇത് കേൾ. ഉന്നമതിൻ സബബ്, നന്നായതിൽ അറവ് തിന്നാൻ ഇതല്ല ഹലാല്, തിന്നാൻ ഇതല്ല ഹലാല്. ഹിമ്മത്തിലപ്പൊഴുതിൽ ഇമ്മട്ടിലെമ്പുവതിൽ ഹമ്മത്തി അപ്പരിശത്തിൽ. ഹിതമറ്റ് സർവജനം ചൊടിപറ്റി നിണ്ടവിടം ഇടിബെട്ട് കൊണ്ട് തരത്തിൽ, ഇടിബെട്ട് കൊണ്ട് തരത്തിൽ, ഇടിബെട്ട് കൊണ്ട് തരത്തിൽ. ഇടിവെട്ടിയ മാതിരിയായി ആൾക്കാരൊക്കെ അങ്ങനെ തരിച്ചു നിൽക്കുകയാണ്. എന്താ ഈ പറയണത്? രാജാവിനാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് കണ്ണൊക്കെ ചുവന്ന്, ഈ കുട്ടികൾ എല്ലാരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിന്നപ്പോ നിങ്ങളെ ഭക്ഷണം ഞങ്ങൾ കഴിക്കൂല, നിങ്ങളെ അർത്ഥമൃഗത്തിനെ ഞങ്ങൾ തിന്നൂല. അല്ലാഹ് സത്യം, സമതാണ് ഹഖ് ഇത് താൻ, റബ്ബിനെ തന്നെ സത്യം, ലാ നഅകുൽ, ഞങ്ങൾ തിന്നൂല. അപ്പൊ രാജാവ്, കൊണ്ടുവാടാ അവനെ, എന്റെ മോനങ്ങട്ട് കൊണ്ടുവാടാ, മറ്റോന്റെ മോനും കൊണ്ടുവാടാ. രണ്ടാളും വന്ന് കൊണ്ടുവന്നപ്പോ രാജാവിന്റെ മുമ്പിൽ രണ്ട് കുട്ടികൾ വന്ന സമയത്ത് കുട്ടികളോട് ചോദിച്ചു, എവിടുന്നാടാ നിങ്ങൾ ഇത് പഠിച്ചത്? ദൂഷിച്ച ആശയം. മക്കത്തെ മുശരിക്കീങ്ങൾ പറഞ്ഞ മാതിരി എല്ലാ മുശരിക്കീങ്ങളും പറഞ്ഞ അങ്ങനെ തന്നെ. നമ്മളെ വാപ്പമാര് പഠിപ്പിച്ചതിനെതിരില്ലേ ആരടാ നിങ്ങളെ പഠിപ്പിച്ചത്? ബാപ്പമാര് ചെയ്ത് പഠിപ്പിച്ചതിനെതിരില്ലേ ആരടാ നിങ്ങളെ പഠിപ്പിച്ചത്? അപ്പോ അങ്ങനെ അടിക്കാൻ തുടങ്ങി, മർദ്ദിക്കാൻ തുടങ്ങി. ഈ രണ്ട് കുട്ടികൾക്കും ഒരുപാട് അടി കിട്ടിയപ്പോ അവസാനം പറഞ്ഞു, ഞങ്ങളെ ഉസ്താദുണ്ട്, എവിടെണ്ട്? കാട്ടിലുണ്ട് എന്ന് പറഞ്ഞു. ഏത് കാട്ടില്? ഏത് കാട്ടറബിയാണ്? ഏത് കാട്ടാളിനാ ഉള്ളതടാ? കാണിച്ചു തരണം എന്ന് പറഞ്ഞ് ഈ രണ്ട് കുട്ടികളെയും കയ്യും കാലും ബന്ധിച്ച് ഒളിത്തീടാ ദൂരത്തോമൻ പാടി പിത്തി ബിശാരം ഒരു നാടും ബിടൂല നാം ബിരുത്താമല് നിസ്സാരം. ഇത് നിസ്സാരാക്കൂല. അങ്ങനെ രണ്ടാളെയും കയ്യും കാലും പിടിച്ചിട്ട് ബന്ധിച്ചിട്ട് കൊണ്ടുപോയി കാണിച്ചു തരടാ, കാണിച്ചു തരണം, ആരാത് പഠിപ്പിച്ചത്? അങ്ങനെ ആ ഉസ്താദിന്റെ അടുക്കലേക്ക് കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അപ്പൊ ആ ഉസ്താദിനെ കാട്ടിക്കൊടുക്കേണ്ടി വന്നു. കാട്ടിക്കൊടുത്തു. ആ ഉസ്താദിനെ രാജാവിന്റെ ദർബാറിൽ ഹാജരാക്കി. ഞാൻ ചുരുക്കി പറയാണ്, രാജാവിന്റെ ദർബാറിൽ ഹാജരാക്കിയപ്പോൾ കല്ലിത്തും കൊണ്ടമറി കേട്ട് ചില്ലറിയെത്തി ബനത്തിൽ കടന്ന് റാഹിബെ കണ്ട് പുടിത്താവർ ഉരത്തിൽ. റാഹിബിനെ, ഈ ഉസ്താദിനെ പിടിച്ചവർ കൊണ്ടുപോവാണ്. എവിടേക്ക്? കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ടോ ചിരി തൂകി ഗുരുബാല ദോഷിന്തിടാനൊരുങ്ങി ചിതറി കൽബിടരി ആ കുമാരരും ഞെരുങ്ങി. ചിരി തൂകി ഗുരുബല ദോഷിന്തിടാൻ ഒരുങ്ങി. രാജാവ് പറഞ്ഞു, ഈ വയസ്സനെ ഈ നാട്ടിന്റെ എട്ടൂരട്ടത്ത് കാണാൻ പാടില്ല, നാട് കടത്തറ. നാട് കടത്താനുള്ള ഓർഡർ വന്നു. നാട് വിടാൻ ഉസ്താദ് ഒരുങ്ങുകയാണ്. അതാണ് ചിരി തൂകി ഗുരുബല ദോഷിന്തിടാനൊരുങ്ങി ചിതറി കൽബിടരി ആ കുമാരരും ഞെരുങ്ങി. രണ്ട് കുട്ടികളും വല്ലാതെ ബേജാറായി. നമ്മളെ ഉസ്താദ് പോവാണ്. തൗഹീദാകുന്ന
യഥാർത്ഥ ഈമാനിന്റെ വെളിച്ചം നമുക്ക് പഠിപ്പിച്ചു തന്ന ഉസ്താദ് പോവുകയാണല്ലോ. ഇനി ഉസ്താദിനെ കാണാൻ പറ്റുകയില്ലല്ലോ. വളരെ സങ്കടത്തോടുകൂടി ദുഃഖപ്പെട്ടുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഈ രണ്ട് കുട്ടികൾ 10, 18, 19 വയസ്സ് അപ്പോഴേക്കും പ്രായമായിട്ടുണ്ട്. 20 അടുക്കുകയാണ്. 18 കഴിഞ്ഞ ആ രണ്ട് കുട്ടികൾ പറയാണ്, ഇരേപ്പേരും ഗുരുചാര അണുന്തൂടൻ സഅല ഇനി ഏത് ബശിയമൈ കവശേഷം ഫഖാല. ഇരുപേരും ഗുരുചാര അണുന്ത്. ഈ രണ്ട് കുട്ടികൾ ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇനി എവിടുക്കാ പോണത്? അപ്പൊ അവര് പറഞ്ഞു, ഞാൻ ആ ഉസ്താദ് പറയാണ്, മൗസിൽ എന്ന് പറഞ്ഞ നാട്ടിലേക്കാണ് ഞാൻ പോണത്. എവിടേക്ക്? മൗസിൽ. ഏത് നാട്? ഇൽമിനെ. അതാ ഞാൻ അവിടേക്കാ പോണത്, മൗസിലേക്ക് പോവാണ്. നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പഠിപ്പിച്ചു. സുഹൃത്തുക്കളെ, എൻ്റെ ഉമ്മമാരെ, ബഹുമാനപ്പെട്ട കുറെ കാലം ബഹുമാനപ്പെട്ട സയ്യിദുന സൽമാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ജയിലിലിട്ടു. അതുപോലെ തന്നെ രാജാവിൻ്റെ മകനെയും ജയിലിലിട്ടു. ഞാൻ ചുരുക്കി പറയാണ്, കുറെ കാലങ്ങൾക്ക് ശേഷം രണ്ടുപേരും ജയിലിൽ ചാടുകയാണ്. സയ്യിദുന സൽമാൻ തങ്ങളൊക്കെ പാട്ടിലുണ്ട്, കിതാബിലുണ്ട്. പറയാൻ ടൈമില്ലല്ലോ, വിശദീകരിക്കാൻ ടൈമില്ലല്ലോ. ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങളുടെ ഡ്യൂട്ടി, ആ രാജാവിൻ്റെ ഡ്യൂട്ടിയുള്ള ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, എടാ എന്നെ ഒന്ന് പുറത്തു വിടണം. കുറെ കാലം അങ്ങനെ കഴിഞ്ഞു. ഒരു ദിവസം നട്ടപ്പാതിരാക്ക് ആ കൽ തുറുങ്കിന്റെ ജയിലിന്റെ വാതിൽ തുറന്നു കൊടുത്തു. നട്ടപ്പാതിരാക്ക് രക്ഷപ്പെട്ടു. ആര്? സൽമാൻ റളിയല്ലാഹു അൻഹു രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് വലിയ വിഷയമാണ്. മൗസിലെത്തി. മൗസിൽ നിന്ന് കുറെ കാലം ഇൽമിനെ പഠിച്ചു. എവിടെ എത്തിയത്? ഇറാഖിലെ മൗസിൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെയുള്ള ഒരു ഉസ്താദിന്റെ കൂടെ വയസ്സാകണത് വരെ ജീവിച്ചു. അല്ലേ? ഇർഷാദ് ഉസ്താദിൻ വതൂലു സമാനിൻ. അല്ലേ? തൂലു സമാൻ. ഒരുപാട് കാലം വയസ്സായി ആ ഉസ്താദ് മരിക്കണത് വരെ. ഈ ഉസ്താദ് നേരത്തെ കാട്ടിലുള്ള കുടിലിൽ വെച്ച് പരിചയപ്പെട്ട അതേ ഉസ്താദ് മൗസിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് വഫാത്താകണത് വരെ പിന്നാലെ തന്നെ ഉണ്ട്. ആര്? സയ്യിദുന സൽമാൻ റളിയല്ലാഹു അൻഹു. ചെല്ലി റളിയല്ലാഹു അൻഹു സയ്യിദുന സൽമാൻ. എന്താ നിങ്ങളത് മുണ്ടാതൊക്കെ ഒന്ന് ഉഷാറിലും ചെല്ലിക്കാണി. റളിയല്ലാഹു അൻ ആഹ്ലിൽ ബദരി റളിയല്ലാഹു അനി ശുഹദാഇ റളിയല്ലാഹു അൻ. സഹോദരങ്ങളെ, എൻ്റെ പെങ്ങന്മാരെ, രക്ഷിതാക്കളെ, അതിൻ്റെ ശേഷം അമൂരിയ എന്ന് പറഞ്ഞ നാട്ടിലേക്ക് പോയി. അവിടുത്തെ ഒരു ഉസ്താദിൻ്റെ കൂടെ ജീവിച്ചു. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച ആളാണല്ലോ ആര്? സൽമാൻ. ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞില്ലേ, മാഫിൽ മഖാമി ലിദി അഖ്ലിൻ വദി അദബിൻ മിൻ റാഹ. ഒരന്തള്ള ഒരാൾ ഓരോരുത്തങ്ങനെ നിൽക്കൂല. അതുകൊണ്ട് മോനെ, ഔതാന, നാട് വിട്ടിട്ട് അള്ളാന്റെ ദീനിനെ പഠിക്കാൻ വേണ്ടി നാട് വിട്ടോ മോനെ. മഫിൽ മഖാമിലിദി അഖ്ലിൻ വദി അദബി മിൻ റാഹത്തിൻ വദഇൽ ഔതാന വഗ്തരിബി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ, വരെ ബാപ്പ ഐദറൂസിയാണ്, വരെ ഉമ്മ ജുഫരി സാദാത്യങ്ങളിൽപ്പെട്ടവരാണ്. വലിയ ബറക്കത്തുള്ളവരാണ്. തങ്ങളവർഗലാണ് ഉറക്കന സ്വലാത്തലിന്. പിന്നെന്താ, അവരെ ഉപ്പാപ്പാടെ പേരിലാണ്. ഞമ്മക്കെന്താ ചൊല്ലിക്കൂടെ? അവരെ ബറക്കത്ത് കൊണ്ട്, അവരെ ഉപ്പാപ്പാരെ ബറക്കത്ത് കൊണ്ട്, ഇൻഷാ അല്ലാഹ് അവരെ പേരമക്കളെ ബറക്കത്ത് കൊണ്ട് റബ്ബ് തആല നമ്മളെ സ്വലാത്തും കബൂലാക്കണേ അല്ലാഹ്. നമ്മളെ പരിപാടിയും കബൂലാക്കണേ അല്ലാഹ്. മജ്ലിസ് കബൂലാക്കണേ അല്ലാഹ്. റാഹത്തുള്ളതാക്കണേ അല്ലാഹ്. അങ്ങനെ സയ്യിദുന സൽമാൻ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക്, അതൊക്കെ ഒരുപാട് എവിടുന്ന് എവിടേക്ക് പോയി എന്നൊക്കെ കിതാബുകളിൽ, ചരിത്രങ്ങളിൽ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ പാട്ടിൽ അതൊക്കെ തപ്പിപ്പടിച്ചിട്ട് ഈ ഉസ്താദ് കോടാലി എന്ന നാട്ടുകാരനായ അബൂ ആബിദ് സിദ്ദീഖ് മുർഷിദി ഉസ്താദ്
പാട്ടിൽ പാടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ മഹാനായ സയ്യിദുനാ സൽമാൻ റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി കൂടുതൽ അവസാനം അമൂരിയയിലുള്ള ഉസ്താദ് വഫാത്താകാൻ നേരത്ത്, അമൂരിയ എന്ന നാട്ടിലുള്ള ഉസ്താദ് വഫാത്താകാൻ നേരത്ത് ഇനി ഞാൻ എങ്ങട്ടാ പോവുക ഉസ്താദ് എന്ന് ചോദിച്ചപ്പോൾ പാട്ടിൽ പറയുന്നുണ്ട്, ആ ഉസ്താദ് പറഞ്ഞു, മോനെ ഇനി കൂടുതലൊന്നും ആൾക്കാരുടെ അടുത്തേക്ക് പോകാൻ പറ്റിയ ആൾക്കാരൊന്നുമില്ല. എന്താണെന്നറിയോ, ഇഞ്ചിയിലൊക്കെ മാറ്റിമറിച്ച് അള്ളാൻ്റെ റസൂലും അള്ളാൻ്റെ അടിമയുമായ ഈസാ നബി അള്ളാൻ്റെ മോനാണ് എന്ന് കുറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. എല്ലാം ആകെ മായം ചേർത്തിട്ടുണ്ട്. അള്ളാൻ്റെ അടിമയായ അള്ളാൻ്റെ നബിയും റസൂലുമായ ഈസാ നബി അള്ളാൻ്റെ മോനാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇഞ്ചിയിലിനെ പലരും മാറ്റിയിട്ടുണ്ട്. എന്നാലും ഈ മോനെ സൽമാൻ, നിങ്ങൾ എവിടേക്കാ പോകേണ്ടത് അറിയോ? ഒരു നാടുണ്ട്, ഒരു നാട്. ആ നാട് ഈത്തപ്പഴം കൂടുതലുള്ള നാടാണ്. നല്ല തണുപ്പുള്ള, സന്തോഷമുള്ള, ബറക്കത്തുള്ള കാലാവസ്ഥ ഉള്ള ഒരു നാടാണ്. ഏത് കൂടുതൽ? ഈത്തപ്പഴം. ले खजूर ए बलद में ए जगह में बहुत ज्यादा हो गया, ओ जगह अब चलो. ആര് പറഞ്ഞു? ഉസ്താദ് പറഞ്ഞു. ഏതൊരു നാട്ടിലാണോ ഈത്തപ്പഴം കൂടുതലുള്ളത് ആ നാടേതാരങ്ങൾ, ആ നാട്ടിൽ വരാനുണ്ട്. ആര് വരാനുണ്ട്? ആ നാട്ടിൽ ഏകദേശം വരാനുള്ള ടൈമായിട്ടുണ്ട്. ആര് വരാനായിട്ടുണ്ട്? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി മോനെ ചൊല്ല്, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി والثقلين والفريقين من عرب ومن عجم نبينا الأمير نهي فلا أحد أبر في قولي لا منه ولا നഅമി. ചൊല്ല് മൗലായ, വെറുതെ മൗലായ ചൊല്ലണ്ട. അവനവൻ്റെ മനസ്സിലെ മുറാദുകൾ കരുതിക്കോ. ഞങ്ങളെ മുറാദ് ഹാസിലാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. പരിശുദ്ധ റമദാൻ വരാൻ പോവാണ്. എല്ലാ രാത്രിയിലും, റമദാനിൻ്റെ മുഴുവൻ രാത്രികളിലും ഞങ്ങളെ കാലിൻ്റെ മുട്ടുകൊണ്ട് മടക്കിയിട്ട് തന്നെ കാമിലായ നിലക്ക് തന്നെ അത്തഹിയാത്തിനിരിക്കണം, തറാവീഹ് നിസ്കരിക്കണം. സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് ചെയ്യണേ അല്ലാ. ചെല്ലുമോനെ, മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഹബീബായ തങ്ങൾ ഹിജറ വരുന്ന ഒരു നാടുണ്ട്. ഹബീബായ റസൂലുള്ളാഹിയുടെ 53ാമത്തെ വയസ്സില് മറൽ മക്കാവ് വിട്ട് നബി പക്ക മദീന തണവായ്, പക്ക മദീന തണവായ്. ഹേറേതും എത്തിടുക ഈരാറുമൊത്ത ശഹർ ബാറാൽ പൊറത്ത പിറകെ, ബാറാൽ പൊറത്ത പിറകെ. ഹഖാന കോനമറാൽ മക്കാവ് വിട്ട് നബി. ഏത് നാടാ റസൂലുള്ളാഹി ഹിജറ വരുന്ന നാട്? ഉറക്കനെപ്പറി ശരിയാണ് മോനെ, മദീന. അള്ളാഹ്, ആ കുട്ടി കുറേ നേരമായി ഉത്തരം പറഞ്ഞു. ഒന്നിവിടെ വന്ന ഒരു സമ്മാനം തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ തങ്ങളുപ്പാപ്പാടെ കൈകൊണ്ട് ഒരു സമ്മാനം തരാൻ വേണ്ടിയിട്ടാണ്. വേമ്പ പഠിച്ചവനെ, തങ്ങളുപ്പാപ്പൊക്കെ കുട്ടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹു താല എല്ലാ കുട്ടികൾക്കും പഠിച്ചോനെ, എല്ലാ കുട്ടികളും കുട്ടികളെന്നല്ലേ പഠിച്ചോനെ. ഞാനും ഒരു കുട്ടിയാണ്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ് അന്നെന്ന് കണ്ടിട്ടില്ലല്ല എന്ന് പറഞ്ഞു. എടാ കുട്ടിയെ അന്നെന്ന് കണ്ടിട്ടില്ലല്ല. അപ്പം ഞാനും ഒരു കുട്ടിയാണ് പഠിച്ചോനെ. എന്താ പേര് പറഞ്ഞ്? ദിയാൻ. ആണ്ടിരിക്കുക ആൾക്കാരൊക്കെ എൻ്റെ കണ്ണും മോറൊന്നും കാണട്ടെ. മാഷാ അള്ളാഹ്. ഒരു ദിക്റിലേക്കാണ് നിങ്ങൾ മാഷാ അള്ളാഹ്. എന്ത് മാഷാ അള്ളാഹ് ചെല്ലുന്നില്ലേ? അതൊരു ദിക്റാണ്, ഖുർആനിലുള്ളതാ. മാഷാ, 2 ദിക്ർ. മാഷാ അള്ളാഹ്, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അള്ളാഹ് لا قوة إلا بالله
മുതഅല്ലിമീങ്ങളെ നോക്കിക്കോ, സൂറത്തുൽ കഹ്ഫിന്റെ തഫ്സീർ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ്, പല തഫ്സീറിലും പല മുഫസ്സിരീങ്ങള് അവിടെ പറയുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ ഹദീസ് ആ ആയത്തിന്റെ തഫ്സീറിൽ കൊടുക്കുന്നുണ്ട്. ഒരു സന്തോഷം ഉണ്ടാവുമ്പോൾ, ഒരു കൗതുകം ഉണ്ടാവുമ്പോൾ, ഒരു വണ്ടർഫുൾ, ഒരു അജബ് ഉണ്ടാവുമ്പോൾ എന്താക്കണം? ആ ദിക്ർ ചെല്ലണം. ആരെ പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയുള്ളത്? ആ ആയത്തിന്റെ തഫ്സീറിൽ ആ ഹദീസ് പല മുഫസ്സിറുകളും കൊണ്ടുവരുന്നുണ്ട്. അൽ കഹ്ഫ് സൂറത്ത് എടുത്തു നോക്ക്, പലയിടത്തും ഉണ്ടാവും. ഞാൻ കണ്ടതാ ഞാൻ പറയണത്, അല്ലേ? എന്താ പറഞ്ഞത്? മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒന്ന് ചെല്ലിക്ക മോനെ. അതന്നെ. തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ കുട്ടിക്ക് എന്താ ഒരു സമ്മാനം കൊടുക്കുക? വലിയ ബർക്കത്ത് നൽകുമാറാകട്ടെ. നമ്മളെ ബഹുമാനപ്പെട്ട ബാവാജി എത്രാമത്തെ വാർഡിന്റെ മെമ്പറാണ്? 25ാമത്തെ വാർഡിന്റെ മെമ്പറാണ്. അൽഹംദുലില്ലാഹ്. അതിന് 25 വാർഡുണ്ടെങ്കിലല്ലേ 25ാം വാർഡിന്റെ മെമ്പർ. നിങ്ങളെ ഇങ്ങോട്ട് വരും. തങ്ങൾ പാപ്പാൻ്റെ കൈ കൊണ്ടായിക്കോട്ടെ അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ്, ഇന്തോനേഷ്യൻ്റെ 50,000 ഉറുപ്പ്യക്ക് തുല്യമായ ഇന്ത്യൻ്റെ ഉറുപ്പ്യാണ് നമ്മളെ ബാവാജി തന്നത്. പടച്ചോനെ, ബാവാജിക്ക് ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ആമീൻ പറഞ്ഞോളി. നിങ്ങൾ ചിരിച്ചുകൊണ്ടാണെങ്കിലും ആമീൻ പറഞ്ഞതിന് കുഴപ്പമില്ല. അല്ലാഹ് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ചിരിച്ചാലും കബൂലാക്കും. ബാവാജി മാത്രമല്ല, നിങ്ങളെ പേരെന്തേ പറഞ്ഞത്? മുഹമ്മദ് ഹാജി അല്ലേ? അബ്ദുൽ ഖാദിർ ഹാജി. അല്ലാഹ്, മുഹിദ്ദീൻ ഷെയ്ഖിൻ്റെ പേരാണ്. എൻ്റെ വാപ്പയോടെ മോനെ ഇപ്പോൾ ഈ സമയത്തുള്ളത് ഇവിടെ ഇല്ലല്ലേ? ഉണ്ടാവില്ല. എവിടെയാണ്? ജോലിക്ക് പോയതുകൊണ്ട് ഇവിടെ വന്നിട്ടില്ല. എന്താ ജോലി? അള്ളാഹ്. ബാപ്പാടെ പേരെന്താ? ഷറഫുദ്ദീൻ. അള്ളാഹ് നമ്മളെ ഷറഫുദ്ദീൻ്റെ മോനാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂല് 53ാമത്തെ വയസ്സിൽ എവിടേക്കാ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി അവിടുന്ന് പറയുന്നുണ്ട്, ഷറഫുദ്ദീൻ്റെ മോന് പറയുന്നുണ്ട്, എന്ത്? മദീനത്തേക്കാണ് വന്നത്. അള്ളാഹ്, ഈ കുട്ടിക്കും എൻ്റെ കുട്ടികൾക്കും ഞങ്ങളെല്ലാവരുടെ കുട്ടികൾക്കും ആ മദീനയോടുള്ളൊരു പിരിശം ഏറ്റി ഞങ്ങളെ കുട്ടികളെ മുഴുവനും സാഹിബുൽ മദീന, മദീനയുടെ നായകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലിമിറ്റില്ലാതെ സ്നേഹിക്കാൻ നീ വിചാരിച്ച മാതിരി ഒക്കെ പറഞ്ഞ ഒരു കുഴപ്പമില്ല. ആ നിലക്ക് കണക്കില്ലാതെ ലിമിറ്റില്ലാതെ മദ്ഹ് പറയാൻ നമ്മളെ ഷറഫുദ്ദീൻ്റെ മോന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരുടെ മക്കൾക്കും തൗഫീഖ് നൽകണം അല്ലാഹ്. നമ്മളെ തങ്ങൾ ഉസ്താദ് ഇവിടെ അടുത്ത് തന്നെ അല്ലൂര് മഹല്ല് ജുമുഅത്ത് പള്ളിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. മൂപ്പരെ പോയി കാണാൻ സൗകര്യം ഉണ്ടാവും, വിളിച്ചിട്ട് പോയാൽ മതി. വലിയ ബറക്കത്താണ്. അല്ലാഹു തആല അവരുടെ വാക്കുകൊണ്ട്, അവരുടെ നോക്കുകൊണ്ട്, അവരെ ഊത്തുകൊണ്ട് വലിയ അസർ മുസ്ലിം ഉമ്മത്തിന് അഹ്ലു ബൈത്തിനെ കൊണ്ട് നൽകണേ അല്ലാഹ്. ഇവരൊരു ജ്യേഷ്ഠനുണ്ട്, കിതാബൊന്നും കാര്യമായിട്ടൊന്നും ഓതിപ്പടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ താജ് നേരെ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ അഹുല്ലി അബ് ആണ്. ആ ജ്യേഷ്ഠൻ എന്ത് പറഞ്ഞു? താജുൽ ഉലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തെക്കോട്ട് വൈക്കോളി എന്ന് പറഞ്ഞതാ. എന്നോട് ആ തങ്ങൾ പറഞ്ഞതാണ്. അങ്ങനെ കൊല്ലത്തേക്ക് പോയി. ഇപ്പൊ കൊല്ലത്ത് എന്ന് നോക്കുമ്പോൾ എന്താ, ഏത് പരിക്ക് കട്ടില വെക്കലിനും ഏത് കല്യാണം നിശ്ചയിക്കലിനും ആ തങ്ങൾ വേണം. ഇവരെ സ്വന്തം ജ്യേഷ്ഠനാണ്. അല്ലാഹ് അതുപോലെ തന്നെ അതേ ദറജുള്ള ആൾ തന്നെയാണ് ഇവരും. അവരെ കൈകൊണ്ട് കൊടുക്കുകയാണ്. ബിസ്മില്ലാ, അല്ലാഹു ബറക്കത്ത് കൊടുക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലു തക്ബീർ, ഖുലു തക്ബീർ, അല്ലാഹു അക്ബർ. എടാ മോനെ, അല്ലാഹു ബർക്കത്ത്. യുവർ നെയിം? ദിയാൻ. അൽഹംദുലില്ലാഹ്. മുഹമ്മദ് ദിയാൻ. അത് കൂടി കൂട്ടണം, റസൂലുള്ളാഹിയുടെ പേര് കൂട്ടണം. യാ അല്ലാഹ്, അല്ലാഹു ബർക്കത്താക്കട്ടെ. ഞാൻ പറഞ്ഞ മാതിരി ചെയ്യണം കേട്ടോ. ഇനി സമ്മാനങ്ങൾ പലതും കൊടുക്കാൻ നിൽക്കുകയാണ്. ഒരു 2 ദിവസത്തെ പരിപാടിയെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് സമ്മാനം കിട്ടുമായിരുന്നു. ഇനിയിപ്പോൾ കഴിയാനായില്ലേ? ഏതായാലും ആട്ടെ നോക്കുക. ബാക്കിയുള്ള കുട്ടികളും കൂടി ഉറങ്ങാതെ ഇരിക്കുകയാണെങ്കിൽ പല സമ്മാനമുണ്ട്. ആരാ പൈസ എന്നത്? നമ്മളെ ബാവാജിയാണല്ലേ? അത് നല്ല പൈസ എന്തെങ്കിലും മൂപ്പർ. അവരെ കൈ കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് പൈസ ഇങ്ങനെ കൊടുക്കാൻ, അവരെ കൈക്ക് വലിയ ബറക്കത്തുള്ള വരുമാനം അവരെ പോക്കറ്റിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ കുട്ടിക്കും തന്നെ ഒരുപാട് ചോദിക്കാതെ കിട്ടുകയാണെങ്കിൽ റാഹത്തല്ലേ? ചോദിക്കാതെ ഒരുപാട് കിട്ടാൻ, സമ്മാനം കിട്ടാൻ, ദുനിയാവെന്ന് മാത്രമല്ല സ്വർഗത്തിൽ നിന്നും നമ്മളെല്ലാവരുടെ കുട്ടികൾക്കും അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ. ഉറങ്ങുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ ഉറങ്ങുന്നുണ്ടോ? ആരാ ഉറങ്ങണത്?
ആരോ ഒരാൾ ഉറങ്ങുന്നുണ്ടല്ലേ, ആ ഉറങ്ങിക്കോട്ടെ, വിളിച്ചോണ്ട് തൻ്റെ സുഖമായിട്ട് ഉറങ്ങട്ടെ. അള്ളാഹു ആ പെങ്ങൾക്ക് ഉറക്കത്തിൽ ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. വേറെ പരിഹാരമൊന്നുമില്ല, ഇടങ്ങേറാക്കണ്ട. ചിലപ്പോൾ വൈകുന്നേരം വരെ നേരത്തെ കണ്ടില്ലേ, നേരത്തെ പറഞ്ഞപ്പോൾ കേട്ടില്ല, കുട്ടികളൊക്കെ പോറ്റിയിട്ടും നജീസ് വൃത്തിയാക്കിയിട്ടും അമ്മ സാങ്കാൻ്റെ കുപ്പായം വൃത്തിയാക്കിയിട്ടും ഒക്കെയാണ് പെണ്ണുങ്ങളുണ്ടാകുക. അതിനൊക്കെ വലിയ കൂലിയാണ് കിട്ടുക. എന്ത് കൂലിയാണ് കിട്ടുക? നേരം ബൗക്കോളം സുന്നത്ത് കരിച്ച കൂലി കിട്ടും. ഗർഭിണികളായ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട പെണ്ണുങ്ങൾക്ക്, കുഞ്ഞു മക്കളെ പോറ്റുന്ന ഉമ്മമാർക്ക് നേരം ബൗക്കോളം ഉറക്കൊഴിച്ചിട്ട് സുന്നത്ത് കരിക്കണ സ്വാലിഹായ മനുഷ്യൻ്റെ കൂലി മാത്രമല്ല, എല്ലാ പകലും നോമ്പെടുക്കണ ഒരു മനുഷ്യൻ്റെ കൂലിയാണ് ഗർഭിണികൾക്ക് കിട്ടുന്നത്. ആര് പറഞ്ഞു? അസ്സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിലുണ്ട്. അപ്പോൾ നമ്മളെ വിഷയം, സൽമാൻ തങ്ങൾക്ക് പോകാൻ പൂതിയായി. സൽമാൻ തങ്ങൾക്ക് പോകാൻ ഭയങ്കര താല്പര്യം. എവിടേക്ക്? പടച്ചോനെ ദ്വാരക്കാൻ തുടങ്ങിയ ആ റസൂലിനെ കാണാതെ അവസാനത്തെ റസൂല് വരുന്നുണ്ട് മദീന. മദീന റൗള മുനവ്വറയിൽ അന്തി ഉറങ്ങും ത്വാഹ റസൂലേ സലാം. അവിടെ വന്ന് തിരു മുമ്പിന്ന് ഒന്ന് സലാമോദാനും കൊതി ഉണ്ടെന്നിൽ റഹീമായോനേ കരീമായോനേ എൻ്റെ കൊതി വീട്ടിത്താ റഹീമായോനേ. ആമീൻ. ആ മദീനത്ത് പോകാൻ, അവിടെ ചെല്ലണം, റസൂലുള്ളാഹിനെ കാണണം. സൽമാന് പൂതിയായി. വലിയ ചരിത്രമാണ്. അങ്ങനെ സൽമാൻ റളിയല്ലാഹു തആല അൻഹു കുറേ കാലം കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു, മദീനൻ്റെ ഭാഗത്തേക്ക്, അന്ന് യസ്രിബ് എന്നാ പറയാ. ഈ യസ്രിബ് പഴയ കാലത്ത് പല പേരുമല്ല, പിന്നെയാണ് മദീന എന്നുള്ള പേര് വന്നത്. ആ യസ്രിബിലേക്കൊരു സംഘം കച്ചവടക്കാർ, അമൂരിയ എന്ന് പറയുന്ന നാട്ടിൽ നിന്നിട്ട് ഒരു സംഘം കച്ചവടക്കാർ പോകുന്നുണ്ട്. കാഫിലക്കാർ. ആ കാഫില എന്ന് പറഞ്ഞാൽ കച്ചവട സംഘം. നമ്മളെ നാടുകളിലൊക്കെ, നമ്മളെ നാട്ടിലുണ്ടോയെന്ന് അറിയില്ല, നമ്മുടെ നാട്ടിലുണ്ട്. ഗൾഫ് അറബ് നാട്ടിൽ പ്രത്യേകിച്ചും ആ നാട്ടിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ, അറബ് നാടുകളെ ചരിത്രം നോക്കിയാൽ അവിടത്തേക്ക്, പ്രത്യേകിച്ച് മദീന, മക്ക പോലത്തെ രാജ്യങ്ങളിൽ, ഹിജാസുകളിൽ ഒക്കെ എന്താണ്, സൂറത്തു ഖൗസ് അൽ ഖുറൈശിന്റെ തഫ്സീറിലാണെന്ന് തോന്നുന്നു, മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ആ നാടിൻ്റെ ഒക്കെ സാമ്പത്തികമായിരിക്കുന്ന ഭദ്രത വന്നത് ഖാഫിലകളിലൂടെയാണ്. യാത്രാ സംഘം യാത്ര കഴിഞ്ഞിട്ട്, കച്ചവടം കഴിഞ്ഞിട്ട്, കച്ചവടക്കാരായിരിക്കുന്ന സംഘക്കാര്, യാത്രാ സംഘക്കാരും മടങ്ങി വരുമ്പോഴാണ് മക്കാരുടെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണർന്നത്. നമ്മളെ നാട്ടിലും അങ്ങനെ തന്നെ എന്ന് പറയാം, തെറ്റൊന്നുമില്ല അല്ലേ? അബുദാബിയിൽ നിന്ന് വന്ന ആൾക്കാർ യാത്ര കഴിഞ്ഞ് വന്നപ്പോഴല്ലേ നമ്മളെ നാട്ടില് റാഹത്ത് കിട്ടിയത് അപ്പോഴല്ലേ? അബുദാബിയിലുള്ളോരെഴുത്ത് പെട്ടി അന്ന് തുറന്നപ്പോൾ കത്ത് കിട്ടി. ആ പാട്ടിൻ്റെ വലിപ്പം, ബഹുമാനവും അതിൻ്റെ മൂല്യമൊന്നും കുട്ടിയൊക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അൽഹംദുലില്ലാഹ്. സുഹൃത്തുക്കളെ, മഹാനായിരിക്കുന്ന സൽമാൻ തങ്ങൾക്ക് മദീനയിലേക്ക് പോകാൻ പൂതിയാകാണ്. അങ്ങനെ ഈ കച്ചവടക്കാരടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഈ യാത്രക്കാരടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എങ്ങോട്ടാ യാത്രക്കാർ പോണത്? മദീനത്തേക്ക്, യസ്രിബിലേക്ക്. എന്നൊന്ന് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. ഇത്ര പൈസ വേണം. ഓക്കെ, അത്ര പൈസ തരാം. അങ്ങനെ ചെന്ന് എന്തിന്? മദീനത്തെത്തിക്കാൻ. മഹാനായിരിക്കുന്ന സയ്യിദുനാ സൽമാൻ റളിയല്ലാഹു തആല അൻഹുവിനെ മദീനത്തെത്തിക്കുക എന്നുള്ളതാണ്. വലിയ പൈസ കൊടുത്തു സയ്യിദുനാ സൽമാൻ റളിയല്ലാഹു തആല അൻഹു. പൈസ കൊടുത്ത ഈ ആൾക്കാർ പൈസ വാങ്ങി കുറേ കഴിഞ്ഞ് കുറേ യാത്ര കുറേയാണ് ചെന്നപ്പോൾ ഇവരെന്ത് ചെയ്തു അറിയോ? ഇവർ മഹാചതിയാണ് ഈ പഹന്മാർ ചെയ്തത്. എന്താ ചെയ്തത്? ഇവർ ഖിയാനത്ത് കാട്ടി, ഖിയാനത്ത് ചെയ്തു, ചതിച്ചു. അവർ ചതിച്ചു. മഹാനായിരിക്കുന്ന സൽമാൻ തങ്ങളെ കയ്യും കാലും കെട്ടിയിട്ട് സൽമാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിലങ്ങിട്ടു. ഞങ്ങളെ അടിമയാണെന്ന് പറഞ്ഞ് വിറ്റു. സൽമാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഞങ്ങളെ അടിമയെന്നും പറഞ്ഞ് വിറ്റു.
അങ്ങനെ സൽമാൻ റളിയല്ലാഹുവിനെ ചുരുക്കി പറയാം മദീനയിലെത്തി. അപ്പോഴും സൽമാൻ തങ്ങൾക്ക് റാഹത്തായി. പടച്ചോനെ യാ അല്ലാഹ്, ഇതാണല്ലോ ആ പറഞ്ഞ നാട്, ഈത്തപ്പഴം കൂടുതലുള്ള നാട്. ഈ നാട്ടിൽ ഇന്നല്ലെങ്കിൽ നാളെ റസൂല് വരുമല്ലോ എന്ന് കാത്ത് നേരം വെളുത്ത് വൈകുന്നേരം ഓളം പണി തന്നെ, പേറിയനെ പട്ടി വേറും പോലെ അങ്ങനെ പേറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മക്കയിൽ അത് സംഭവിച്ചു. ഏത് സംഭവിച്ചു? മക്കത്തം നാലത്തിൻ ഒക്കെ സാബോരാം മുത്ത് മാഹമു ദുരത്ത് നാസിൽ അഹദാം മന്നനിൽ മാത്രം വണക്കമെണ്ട. 40-ാമത്തെ വയസ്സെത്തിയപ്പോൾ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ, ഞാൻ പാട്ട് പാടുന്നില്ല, ഇനി ചുരുക്കി പറയാം, 10 മിനിറ്റോട് നമുക്ക് ദുആർന്ന് പിരിയണം. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ തൗഹീദിലേക്ക് വിളിക്കാൻ തുടങ്ങി 40-ാമത്തെ വയസ്സിൽ. അപ്പോഴാണ് റസൂലുള്ളാഹിനോട് കൽപ്പന കിട്ടിയത്. കൽപ്പന കിട്ടി. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ദീനിലേക്ക് വിളിക്കാൻ തുടങ്ങി. ജനങ്ങൾ എതിർപ്പായി, ജനങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പലരെയും കൊന്നു, പലരും മരിച്ചു. സയ്യിദത്തുന സുമയ്യ റളിയല്ലാഹു അൻഹാ, സയ്യിദുന അമ്മാർ ഉൾപ്പെടെ സയ്യിദുന യാസിർ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ പലരും മരിച്ചു. പലർക്കും കണ്ണിൻ്റെ കാഴ്ച പോയി. അടി കിട്ടിയിട്ട് ഒരു പെണ്ണിന്, മഹദിയായ സ്വഹാബിയത്തായ പെണ്ണിൻ്റെ അടി കിട്ടി കണ്ണിൻ്റെ കാഴ്ച പോയി. ആ പെണ്ണിൻ്റെ പേര് നിങ്ങൾക്ക് അറിയോ? ആ ബറക്കത്തുള്ള സ്വഹാബിയത്തായ പെണ്ണിൻ്റെ പേരറിയോ? ആർക്കെങ്കിലും അറിയോ പെങ്ങളെ? ആ സ്വഹാബിയത്തിൻ്റെ പേരെന്താ? 2 മുഖത്തിൻ്റെ 4 ഭാഗത്തും അടി കിട്ടി കണ്ണ് കണ്ട് തുറച്ച് വന്ന് കാഴ്ച പോയി. ആര്? അവരെ പേര് സിന്നീറ റളിയല്ലാഹു അൻഹാ. അവരെ പേര് സിന്നീറ റളിയല്ലാഹു അൻഹാ. അങ്ങനെ സ്വഹാബത്തൊക്കെ വല്ല കഷ്ടപ്പെട്ട് അവസാനം 53-ാമത്തെ വയസ്സിൽ അള്ളാഹുവിൻ്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് വന്ന്. അപ്പോഴൊക്കെ സൽമാൻ തങ്ങൾക്ക് കാണാൻ പോകാൻ ആദ്യമൊന്നും പറ്റിയില്ല. വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് ചിലപ്പം മുതലാളി പറയും, എടാ പുറത്ത് പോയിക്കോ, സൽമാനെ പുറത്ത് പോയിക്കോ, കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ടിട്ട് പോരെ. അങ്ങനെ ഒരു ദിവസം സൽമാൻ എന്നോര് പുറത്ത് പോവാണ്. പുറത്ത് പോകുമ്പോൾ റസൂലുള്ള വന്നിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞിട്ടുണ്ട്. സൽമാൻ തങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ബദർ ഉഹദൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മഹാന്മാരായിരിക്കുന്ന ബദരീങ്ങൾ ബദർ യുദ്ധം ചെയ്ത സമയത്ത് സയ്യിദുനാ സൽമാൻ തങ്ങൾക്ക് ബദറിലും ഉഹദിലും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അബൂജാഹിൽ വന്ന് അള്ളാഹുവിൻ്റെ റസൂലിനിക്ക് അള്ളാഹ് സഹായം ചെയ്തു. ബാളുകളമ്പും ബില്ലും ചാട്ടുളി പോളും കത്തികട്ടാരം ആളും കോളുകളൊക്കെ ഒരുക്കി ബാരുന്നേ. ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങൾ കയ്യിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. ബദറിൽ പോകാൻ പറ്റിയില്ല, ഉഹദിൽ പോകാൻ പറ്റിയില്ല. ഒരു ദിവസം സയ്യിദുനാ സൽമാൻ റളിയല്ലാഹു അൻഹു കുറേ ഈത്തപ്പഴങ്ങളെല്ലാം കൂടി ഒരുക്കി വെച്ച്. ഈത്തപ്പഴം നല്ലതും മുന്തിയതും മോശപ്പെട്ടതും ഒക്കെ ഉണ്ട്. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒരു കൊട്ടയിലാക്കിയിട്ട് കൊണ്ടേ കൊടുക്കുകയാണ്. ആർക്ക്? റസൂലുള്ളാഹിക്ക് കൊണ്ടേ കൊടുക്കുമ്പോൾ സൽമാനോട് അമൂരിയയിൽ നിന്ന് ഉസ്താദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തൗറാത്തും ഇഞ്ചീലൊക്കെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മോനെ സൽമാനെ അവസാനം വരുന്ന നബി ഉണ്ടല്ലോ, അവസാനത്തെ റസൂൽ, ആ റസൂല് സദഖ കൊണ്ടേ കൊടുത്താൽ സ്വന്തം കഴിക്കൂല, തിന്നൂല. ഹദിയ കൊണ്ടേ കൊടുത്താൽ കഴിക്കും. അപ്പോൾ ഹദിയും സദഖ എന്താ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ റമദാൻ മാസം വരികയാണ്, നമ്മൾ പള്ളിക്ക് പോയി പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാവും വാതിക്കെന്നാണ് എന്തെങ്കിലും തരണം, പൈസ തരണേ, സഹായിക്കണേ, ജസാക്കല്ലാഹ് ഖൈർ എന്ന് പറഞ്ഞ് ഒരാൾ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരാൾ 2 റുപ്യ കൊടുത്ത്, ഒരാൾ 3 റുപ്യ കൊടുത്ത്, ഒരാൾ 1 റുപ്യ കൊടുത്ത്, ഒരുത്തൻ 5 റുപ്യ കൊടുത്ത്. ആ കൊടുക്കണതിൻ്റെ പേരാണെന്ത്? സദഖ. പിന്നെ ഹദിയ എന്ന് പറഞ്ഞാലോ, നാളെ ഇപ്പോൾ അവിടെ ദുആ സമ്മേളനം ഉണ്ടെന്ന് വിചാരിക്കുക. ഹദിയ എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ദുആ സമ്മേളനത്തിൽ എവിടുന്ന തങ്ങൾ വന്നത്? എവിടുന്ന? തൊട്ടടുത്തുനിന്നാണ്. അവിടെ പുത്തനത്താണിന്നാണ് വരുന്നത്. തങ്ങൾ കാര്യപ്പെട്ടൊരു തങ്ങളാണ്. ഇവിടെ വന്ന് ദുആ സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കുക. മൂപ്പര് വലിയ വിലപിടിപ്പുള്ള കാറിൽ വന്നപ്പോൾ ഇന്നോവൻ്റെ കാറിൻ്റെ വലിയ വാടക ഒക്കെ കൊടുത്ത്, അതിൻ്റെ പുറമെ എവിടുന്നാണ് വരുന്നത്? പുത്തനത്താണിന്ന് വരുന്നത് തങ്ങളാ. 10,000 റുപ്യ 10,000 റുപ്യ കവറിലിട്ട് കൊടുക്കുമ്പോൾ സെക്രട്ടറിൻ്റെ മനസ്സിൽ, സ്വാഗത സംഘം സെക്രട്ടറിൻ്റെ മനസ്സിൽ, പഠിച്ചോനെ ഇത് പറ്റ ചെറിയ സംഖ്യ ആയിപ്പോയി, തങ്ങളെ ദർജക്കനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡബിളും കൂടി കൊടുക്കണം, ഒരു 20എങ്കിലും കൊടുക്കണം, എന്താ ചെയ്യുക, കമ്മിറ്റി കടത്തിലല്ലേ, കൊടുക്കുന്നു 10,000. ആ 10,000ത്തിൻ്റെ പേരാണ് എന്ത്?
ഹദിയ. കണ്ടോ? അപ്പോൾ തൗറാത്ത് പഠിപ്പിച്ചപ്പോൾ, ഇഞ്ചീൽ പഠിപ്പിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ആ റസൂൽ സ്വതക്ക കൊടുത്താൽ തിന്നൂല, ഹദിയ കൊടുത്താൽ തിന്നും. അങ്ങനെ ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങൾ കുറെ മുന്തിയതും മോശപ്പെട്ടതും നല്ലതും എല്ലാം കൂടി കുറച്ച് ഈത്തപ്പഴം എല്ലാം കൂടി ഒരു വയന്ന ഒരു കൊട്ടിയിലാക്കി എൻ്റെ കൊണ്ടേ കൊടുത്തുകൊണ്ട് പറഞ്ഞു, മുഹമ്മദേ, ഇത് നിങ്ങൾക്കും നിങ്ങളെ കൂട്ടുകാർക്കും ഉള്ള സ്വതക്കയാണ്. റസൂലുള്ള വാങ്ങി, ബിസ്മിൻ ചൊല്ലി ഇങ്ങോട്ട് വാങ്ങി. പക്ഷേ തിന്നില്ല, ഒരൊറ്റ കഷ്ണം തൊള്ളേക്ക് വെച്ചില്ല, എല്ലാവർക്കും കൊടുത്ത്. ഒറ്റ കഷ്ണം തൊള്ളേക്ക് വെച്ചോ? ഇല്ല, അത് മുന്തിയതും മോശപ്പെട്ടതും നല്ലതൊക്കെ അതിലുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് പറഞ്ഞത് സ്വതക്കയാണെന്ന് പറഞ്ഞപ്പോൾ തിന്നില്ല. അവ സൽമാന്റെ മനസ്സിൽ ആത്മഗതം ചെയ്തു, ഹാദിഹി വാഹിദ, ഇത് ഒന്നാമത്തെ ടെസ്റ്റാണ്, ഈ ടെസ്റ്റിൽ വിജയിച്ചിരിക്കുന്നു, സ്വതക്ക തിന്നൂലാന്നാണല്ലോ. അത് കഴിഞ്ഞൊരു 4 ദിവസം കഴിഞ്ഞു. 4 ദിവസം കഴിഞ്ഞപ്പോൾ കുറെ മുന്തിയ അജുവയും സാധനങ്ങളൊക്കെ ആയിട്ട് വലിയ നല്ല ചൊറുക്കുള്ളൊരു കൊട്ടയിൽ നല്ല ഉഷാറാക്കിയിട്ട് കൊണ്ടേ കൊടുത്ത് ആദരവോടെ കൊണ്ടേ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് തങ്ങൾക്ക് ഹദിയയായിട്ട് ഞാൻ ബഹുമാനിച്ച് മുന്തിയ സൈസ് ഈത്തപ്പഴം മാത്രം എടുത്തു വെച്ചതാണ് നബിയെ, എടുത്തു വെച്ചതാണ് മുഹമ്മദേ. അപ്പോഴോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഞങ്ങൾ വാങ്ങിയിട്ട് ഒന്നാമത്തെ ഈത്തപ്പഴം തൊള്ളേക്ക് വെച്ചു, കഴിച്ചു. ഹദിയ കഴിക്കും എന്ന് ഉസ്താദ് അമൂരിയ എന്ന് പറഞ്ഞ നാട്ടിലെ ഉസ്താദ് പഠിപ്പിച്ചതാണ്. അവസാനത്തെ നബിയാണ്. ആ നബിക്കുള്ള ലക്ഷണത്തിൽ 2 ടെസ്റ്റിലും വിജയിച്ചു. ഇനി ഒരു ടെസ്റ്റും കൂടിയുണ്ട്. അതെന്താണ് ടെസ്റ്റ് എന്നറിയോ? അവസാനത്തെ നബിയുടെ മുതുകത്തൊരു ചെറിയ കോഴിമുട്ട പോലത്തെ ഒരു അടയാളമുണ്ട്. ഒരു ഖത്മുൻ നബുവ്വത്തിന്റെ മുദ്രയുണ്ട്, ഒരു സീലുണ്ട്, ഖത്മുൻ നബുവ്വത്തിന്റെ മുദ്രയുണ്ട്. ആ മുദ്ര ഉണ്ടെങ്കിൽ സൽമാനെ നിങ്ങൾ കാണുന്ന ആള് അവസാനത്തെ നബി തന്നെയാണ്. അതിനുവേണ്ടി ചാൻസ് കാത്തിരുന്നു. ഒരു ദിവസം ഇതുപോലെ മഗ്രിബിന്റെ ടൈമായപ്പോൾ, ആ ടൈമിലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ സൽമാനിക്ക്, അതുവരെ തോട്ടത്തിലെ പണിയാ. അപ്പോഴാണ് കുൽസൂം എന്ന സ്വഹാബി വഫാത്തായിട്ടുണ്ട്. ആ വഫാത്തായ കുൽസൂം എന്ന സ്വഹാബിയെ ജനാസ കുളിപ്പിച്ചിട്ട് ഖബർസ്ഥാനിലേക്ക് അൽ ബഖീഉൽ ഖർഖദിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. ജനാസ കൊണ്ടുപോകുമ്പോൾ ദിക്റും ചൊല്ലിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റും ചൊല്ലി കൊണ്ടുപോകുമ്പോൾ സ്വഹാബത്തൊക്കെ വളരെ ആദരവോടെ, വളരെ ഖൗഫോടെ, വളരെ ഖുശൂഅോടെ, വളരെ ഖുദൂഅോടെ മൗത്തിനെപ്പറ്റി, മരണത്തിനെപ്പറ്റി ഓർത്തുകൊണ്ട് കൂടുതൽ സ്വഹാബികളും ജനാസയുടെ മുമ്പിലുണ്ട്. കുറേ സ്വഹാബികൾ ജനാസ പിടിക്കാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അങ്ങനെ സ്വഹാബത്ത് മുമ്പിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ കൂട്ടത്തിലുണ്ട് സൽമാനും കൂടെ ചേർന്ന്. സൽമാൻ എവിടെ നടക്കണ? റസൂലുള്ളാഹിയുടെ ബാക്കിൽ നടക്കുകയാണ്. അതിനൊക്കെ നല്ല പറ്റിയ പാട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഉസ്താദ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. സിദ്ദീഖ് മുർഷിദിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാട്ട് പാടിയിട്ട് പറയുമ്പോൾ നല്ലൊരു മട്ടുള്ള പാട്ടാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങൾ, ഹബീബായ തങ്ങളെ പിന്നിൽ ഒരു ടെസ്റ്റും കൂടി ബാക്കിയുണ്ട്. ഈ ഖത്മ് അവിടെ ഉണ്ടോ, പ്രവാചകത്വത്തിൻ്റെ മുദ്ര ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതും കൂടി ഉറപ്പുവരുത്തിയാൽ പിന്നെ ഡൗട്ടില്ല. ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ അതാ അങ്ങനെ എത്തിയും പാളിയും നോക്കുക, റസൂലുള്ളാഹിയുടെ ബാക്കിൽ ആ ഖത്മ് ഉണ്ടോ. അതിൻ്റെ ഇടയിൽ കാറ്റത്ത് സാല, ചേല എന്ന് പറയുന്നുണ്ട് സിദ്ദീഖ് മുർഷിദി. സാല എന്നുള്ളത് അറബി വാക്കാണ്, ചേല എന്നുള്ളത് മലയാള വാക്കാണ്. റസൂലുള്ളാഹി പുതച്ച ആ പുതപ്പ്, ആ ഷാളൊന്ന് കാറ്റിന് നീങ്ങിയപ്പോൾ ശരിക്കും കണ്ടു സൽമാൻ. സൽമാൻ തങ്ങളെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂവണിയാൻ പോവാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ, അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ മുതുകത്തുണ്ട്. നല്ല ചന്തത്തോടുകൂടി, നല്ല ശോഭയോടുകൂടിയുണ്ട് ഖത്മുൻ നബുവ്വത്തിന്റെ മുദ്ര. സയ്യിദുനാ സൽമാൻ തങ്ങളാ മുദ്രയിൽ ഉമ്മ വയ്ക്കുകയാണ്. ചുംബനം നടത്തിയിട്ട് പറയാണ്, എനിക്കിനി ഡൗട്ടില്ല നബിയേ, എന്നെ ഏറ്റെടുക്കണേ യാ റസൂലല്ലാഹ്. ഖുദ് യദക ഹാത്തി യദക ഉബായിഅക. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹിനോട് പറയാണ്, കൈ നീട്ടണം നബിയേ,
എത്രയെത്ര കാലമായി ഇറാഖിലും ഇറാനിലും ടൗണുകളിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പട്ടിണി കിടന്നിട്ട് ഉറക്കമൊഴിവാക്കിയിട്ട് ജീവിച്ചതെന്തിനാ? തൗറാത്ത് പഠിച്ചതെന്തിനാ? ഇഞ്ചിയിൽ പഠിച്ചതെന്തിനാ? അവസാനത്തെ നബിയെ കണ്ടിട്ട് ബറക്കത്തെടുക്കാനാണ്. സയ്യിദുനാ സൽമാൻ ഹബീബായ തങ്ങളെ കൈപിടിച്ചിട്ട് പറയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അരശറബിൽ തിരയക്കൊടി നാട്ടി ദീനിൻ താന്നമുയർത്തി പരിശുദ്ധമഹിതം പരിമള ചരിതം തീർത്ഥം നേ. അത് മുതല കുറേശോരുടെ ഹൃദിൽ ആണ്ട് പൂണ്ട വിചാരം, അതിനൊരു ബദലടി വേണം സൈഫാൽ പോർ തന്നെ. ഗിരി ഉഹദിൻ ചെരു തന്നിലണഞ്ഞൊരു വൻപടയങ്ങനെ രോഷത്തിൽ പരിനടിലായുധമോട് അബൂ സുഫിയാൻ ബന്ദിഹ നായക വേഷത്തിൽ കടലല പോലെ ഇരമ്പിയണുന്തവർ അടരിടലായി അതിഘോരത്തിൽ പടയതിൽ70 പേര് ഷഹീദായി പലമനവും മൃതകോലത്തിൽ നേബിക്കും ബൻമൂറി പറ്റി നീതത്തിൽ മുൻരഥം പൊട്ടി അപ്പടി ബിന ചില തെറ്റ് മുസൽമാൻ അക്കഥയൊക്കെ എറിന്തിട സൽമാൻ ഇക്കഥയൊക്കെ വരുന്നുണ്ടേറാനൊരു ബൈയില്ല ചൊൽപ്പടി നിക്കാതൊക്കില്ല അബുദൂതന്റെ സൽഗുണരമ്പിയ മുമ്പറിന്തോവും നൊമ്പരമപ്പൾ കൽപ്പനയായതി തൽപരഭാഷം കേൾ നിന്റെ. ഹബീബായ റസൂലുള്ളാഹിന്റെ സ്വഹാബിയായി ജീവിക്കുകയാണ്. ഏതുവരെ? റസൂലുള്ളാഹിന്റെ വഫാത്ത് വരെ ജീവിക്കുകയാണ്. സിദ്ദീഖ് തങ്ങളുടെ കാലത്തും ജീവിക്കുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ കാലത്തും ജീവിക്കുകയാണ്. ഉസ്മാൻ കണ്ടോ, ഉസ്മാൻ തങ്ങളല്ലേ 12 കൊല്ലം 4 ഖുലഫാഉൽ അർബഅത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് ആരാണ്? സയ്യിദുനാ ഉസ്മാൻ തങ്ങളാണ്. 12 കൊല്ലവും ചില്ലറ മാസങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഭരണം നടത്തിയപ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്ത് സയ്യിദുനാ സൽമാൻ റളിയല്ലാഹു തആല അൻഹു വഫാത്താവുകയാണ്. ഇനിയും പറയാനുണ്ട്, അവരെ ചരിത്രങ്ങൾ ഇനിയും പറയാനുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് ഒതുക്കിയതാണ്, അവസാനിപ്പിച്ചതാണ്. വലിയ ബുദ്ധിമുട്ടില്ലാത്തവരെ ആരും പോകരുത്. നേരത്തെ ആ മുത്തഅല്ലിമീങ്ങളോട് ഞാൻ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ചെറിയ കുട്ടികളല്ലേ, അവർക്കൊക്കെ പല ചുറ്റുപാടുണ്ടാവും. അല്ലാഹു തആല ആ കുട്ടികളെ ബറക്കത്ത് കൊണ്ട് ഇവിടെ വന്നവരായ മുത്തഅല്ലിമീങ്ങളെ ബറക്കത്ത് കൊണ്ടും ഇവിടെ വന്ന ഖൈറിൻ്റെ അഹ്ലുകാരായ മുഴുവൻ മുഅ്മിനീങ്ങളെ ബറക്കത്ത് കൊണ്ടും ഞങ്ങളെല്ലാവരെയും കബൂലാക്കണേ അല്ലാഹ്. ഇതെന്താണെന്നറിയോ സാധനം? നിങ്ങളെ വീട്ടിലേക്കൊക്കെ ഈ ഒരു സാധനം, ഈ ഒരു നേർച്ചപ്പെട്ടി എല്ലാവർക്കും കൊടുത്തയക്കുന്നുണ്ട്. എന്താ നേർച്ചപ്പെട്ടിയിൽ പൈസ നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞ ബാക്കി വരുന്ന കാലാവധി കഴിയാത്ത മരുന്നുകൾ ഈ പെട്ടിയിൽ ഗുളികയാണ് ഇടേണ്ടത് അല്ലേ? ഇനി പൈസൻ്റെ പെട്ടി അത് വേറുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനൊരു ദ്വാരക്കാൻ പോവാണ്. തങ്ങളവർകളൊക്കെ ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരെങ്കിലും ഒരാളൊരു ബർക്കത്തിൽ, ഇത് അടുത്ത മാസം ഏതാ? അത് ഷഅബാനാണ്. അടുത്ത മാസം ഏതാ? റമദാനാണ്. ഞാൻ ചോദിക്കുകയാണ്, കിട്ടിയില്ലാച്ചിന് കുഴപ്പമില്ല, കിട്ടിയാൽ വലിയ ഖൈറുമാണ്. നമ്മളെ ഈ വിഷയത്തേക്ക് ഒരുപാട് പൈസ വേണം. 10-25,000 റുപ്യ ഇപ്പം തന്നെ കടത്തിലുമാണ്. ആരെങ്കിലും ഒരാൾ അല്ലാഹുവേ സൽമാൻ തങ്ങളെ ബറക്കത്തുകൊണ്ട് ഇപ്പം തന്നെ കൊടുക്കണമെന്നില്ല, റമദാനിൽ കൊടുത്താലും മതി, എന്തെങ്കിലും ഒരു സംഖ്യങ്ങൾ ഏറ്റെടുക്കണം. വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ആമീൻ പറയണം. മുഅ്മിനീങ്ങളൊക്കെ കുട്ടികളെ മോനെ ആമീൻ പറയും. അതാ ഷറഫുദ്ദീൻ്റെ മോനെ ആമീൻ പറയും. തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മളെ ഈ ഇരിക്കണ ആണുങ്ങളെക്കാളും ഡബിള് പെണ്ണുങ്ങളുണ്ട്. ആ പെണ്ണുങ്ങളെ ചെറിയ മക്കളുണ്ട്. ചെറിയ മക്കളെ പോറ്റിയതിൻ്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ ഉമ്മയടക്കം ഒരുപാട് കാലം ആഫിയത്തോടെ ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉമ്മമാരെയും, എൻ്റെ വാപ്പ മരിച്ചു പോയെങ്കിലും പലരുടെയും ബാപ്പമാർ ഹയാത്തിലുള്ളവരാണ്, ജീവിച്ചിരിക്കുന്ന ബാപ്പമാരുടെയും നല്ല അവസ്ഥ കണ്ട്, ആഫിയത്തുള്ള അവസ്ഥ കണ്ട് ഞങ്ങൾക്ക് നിനക്ക് ശുക്ർ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ തങ്ങളെ അമ്മത്തിൻ്റെ അമ്മായിൻ്റെ മോനാണ് സയ്യിദ് ജിഫ്രി, ഫضൽ ജിഫ്രി തങ്ങൾ കൊണ്ടൂര് അല്ലേ? അമ്മായിൻ്റെ മോന് എന്നോട് പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത് വലിയ നിഅമത്താണ്. ഒന്നാമത്തെ നിഅമത്ത് നിങ്ങളെ ഉമ്മാനെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ റബ്ബ് തആല ദീർഘായുസ് തന്നല്ലോ. ജീവിച്ചിരിക്കുന്ന ഉമ്മമാരെയും ജീവിച്ചിരിക്കുന്ന വാപ്പമാരെയും ഒരുപാട് കാലം ആഫിയത്തോടെ ജീവിക്കാൻ
അവർക്ക് തൗഫീഖ് നൽകണേ. എൻ്റെ ഉമ്മാക്കടക്കം തൗഫീഖ് നൽകണേ അല്ലാ. എനിക്കിന്ന് ഭക്ഷണം തന്ന വീട്ടുകാർ, നമ്മളെ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ വീട്ടുകാർ, ഹസൻ ബാക്കവി ഉസ്താദിൻ്റെ വീട്ടുകാർ, ആ വീട്ടിലുണ്ടല്ലോ അല്ലാ ഗർഭിണികളായ പെണ്ണുങ്ങളുണ്ട്. ഇവിടെ വന്ന ഉമ്മമാരെ കൂട്ടത്തിലുണ്ടാകാം. ബറക്കത്തുള്ള കുഞ്ഞുങ്ങളെ റാഹത്തോടെ സഹലായ നിലക്ക് പ്രസവിക്കാൻ ബദിരീങ്ങളെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാ. ആമീൻ പറയും മോനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും മക്കൾ, ബറക്കത്തുള്ള മക്കളെ തരണേ അല്ലാ. ഞങ്ങളെ മക്കൾക്കൊക്കെ ബറക്കത്തുള്ള മക്കളെ കൊടുക്കണേ അല്ലാ. കടങ്ങളെ വീട്ടി തരണേ അല്ലാ. റജബിലും ഷഅബാനിലും പ്രത്യേകമായ ബറക്കത്ത് നൽകണം അല്ലാ. ആരാ ഒരാൾ ഒരു 5000 റുപ്യ കൊടുക്കുക, റമദാനിൽ കൊടുത്താലും മതി. ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? പെണ്ണുങ്ങളായാലും തരക്കടില്ല. ഒരു 5000 റുപ്യ റമദാൻ കഴിയുന്നതിന് മുമ്പ് കൊടുക്കാൻ പറ്റുമല്ലോ. ഈ വിഷയത്തിൽ രോഗികളെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. രോഗികളെ ഏറ്റവും വലിയ സഹായിച്ചവരല്ലേ ആര്? ബദരീങ്ങൾ. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ നേരം വെളുക്കോളം അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. നിങ്ങൾ കേൾക്കണോ? ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയാണ്, ഞാനൊരിക്കൽ നട്ടപ്പാതിരാക്ക് കണ്ടു ഉമർ ഇങ്ങനെ പോവാണ്, ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ പായണമായിട്ടുള്ള പോക്ക് പോവാണ്. എവിടേക്കായി ഉമർ ഇത്ര നട്ടപ്പാതിരാക്ക് പോണത്? ഞാനും ബാക്കിൽ ചെന്നു. സയ്യിദുനാ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ബാക്കിലേക്ക് ചെന്നപ്പോൾ ഒരു പൊര കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ ബാക്കിൽ ആരുണ്ട്? ത്വൽഹത്തുണ്ട്. അത് ആരറിണില്ല? ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ അറിണില്ല. ഒരു പരൻ്റെ ഉള്ളിൽ കുമറന്നോര് കയറുകയാണ്. അത് ചള്ള് തൊഴിലെന്നുള്ളിലും ത്വൽഹത്തിലെ ആരാൻ്റെ പരീക്ക് പെട്ടെന്ന് അത് നട്ടപ്പാതിരാക്കി കയറുക. ത്വൽഹത്തിനറിയാം, ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹുവിന് അറിയാം ഇതാരല്ല, ഉമറിൻ്റെ മോൻ്റെ പെരല്ല, ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മോളെ പെരല്ല, ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പെങ്ങളെ പെരല്ല, ബാപ്പാൻ്റെ പെങ്ങളെ അമ്മായിൻ്റെ പെരല്ല, ഉമ്മാൻ്റെ ആങ്ങളെ അമ്മോൻ്റെ പെരല്ല. എന്നിട്ടാണ്ട് കയറി ചെന്നുകണ്. ഇത് ശരിയല്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ പെര ഏത് എന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് മടങ്ങിപ്പോന്ന്. ആര്? ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു. പിറ്റേന്ന് നേരം വെളുത്തിട്ട് ആ പെര എന്താണ് ഏതാന്ന് മനസ്സിലാക്കണമല്ലോ. നേരം വെളുത്തിട്ട് അതേ വഴിയിൽ ചെന്നു സയ്യിദുനാ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു. അവിടെ ചെന്നിട്ട് ആ ചെറ്റക്കൂരയാണ്, ചെറിയ പുരയാണ്. അവിടെ പോയിട്ട് ഇങ്ങനെ മുട്ടുമ്പോൾ ആരും മുണ്ടിന് കേൾക്കണില്ല, ഉള്ളിന്ന് ആരും ഒന്നും പറഞ്ഞു കേൾക്കണില്ല. പിന്നെയും ഞാൻ ഒന്നാണ്ട് കിടക്കട്ടെ, ഞാൻ ഒന്നാണ്ട് കയറട്ടെ, കടക്കണം എന്നുള്ള സലാം പറഞ്ഞിട്ട് സമ്മതം ചോദിക്കണം എന്നുള്ള ഖുർആന്റെ കൽപ്പന അല്ലേ? ഞാൻ അപ്പോൾ ആരും ഒന്നും മുണ്ടിന് കേൾക്കണില്ല. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് മുണ്ടിനുണ്ട്, പക്ഷെ അങ്ങോട്ട് കേൾക്കയ്യ. ഒരു വയസ്സായ ഉമ്മയാണ്. എത്തിപ്പാളി നോക്കുമ്പോൾ എണീച്ചു പോരാൻ വയ്യാത്തൊരു വയസ്സായ ഉമ്മയാണ്. ചോദിച്ചു, ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് സേവനം ചെയ്യുവാൻ ആരുണ്ട്? തഴവാ ഉസ്താദിൻ്റെ വരികളാണ്. സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസയിൽ ഒരു പാഠമാണിത്. ദുറൂസു തസ്കിയയിലുള്ള ഒരു പാഠമാണിത്. ഒരധ്യായത്തിൽ ഈ വിഷയം കോടമ്പുഴ ബാവോസ്താദ് എഴുതി വെക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഇന്നലെ രാത്രി പോയി വന്ന പുരയിൽ ചെന്നിട്ട് ത്വൽഹത്തെന്നോര് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആരാ സേവനം ചെയ്യാനുള്ളത്? ആ ഉമ്മ പറയാണ്, എനിക്കെൻ്റെ റബ്ബുണ്ട് മോനെ. അതേസമയം എല്ലാ രാത്രിയിലും ഒരാൾ ഇവിടെ വരുന്നുണ്ട്, ഒരു ചെറുപ്പക്കാരൻ. ഇന്നലെ രാത്രി മുതൽ എൻ്റെ തീട്ടും മൂത്രക്കായ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോകും. എനിക്ക് നല്ല ഭക്ഷണം പാർസലാക്കി കൊണ്ടുതരുന്നൊരു ചെറുപ്പക്കാരനുണ്ട്. ഇന്നലെ കൊണ്ടുപോയ ഡ്രസ്സ് കഴുകി വൃത്തിയാക്കി തിരുമ്പിയിട്ട് ഇന്ന് കൊണ്ടുവരും. ഇന്ന് കൊണ്ടുപോകുന്ന ഡ്രസ്സ് നാളെ രാത്രി കൊണ്ടുവരും. അപ്പൊ ചോദിച്ചു, അതാരാണ്? അറിവുണ്ടോ ഉമ്മ, അറിവുണ്ടോ ഉമ്മ അതാരാണെന്ന്? മോനെ, അതാരാന്നറിയില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. പല പ്രാവശ്യം അയാളെ പേര് ഞാൻ ചോദിച്ചിട്ട് എന്നോട് പേര് പോലും പറഞ്ഞിട്ടില്ല. ആരാണെന്തിനാരുണ്ട്? ആവശ്യം എന്താണ്? നിങ്ങളെ തുണിങ്കുപ്പായം തിരുമ്പിയ പോരെ, നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണേ ഉമ്മ. ഞാൻ ആരാ നിങ്ങൾ അറിഞ്ഞിരിക്കൽ കൊണ്ട് വലിയ ഗുണമൊന്നും സംഭവിക്കണില്ല. സ്വന്തം പേര് പോലും പറയാതെ എല്ലാ രാജ്യത്തിൻ്റെ വലിയ രാജ്യത്തിൻ്റെ വിശാലമായ ഭരണം നടത്തിയ വലിയ ഫഖീഹായ വലിയ സൂക്ഷ്മത ഉള്ള മുത്തഖിയായ ഔലിയാക്കളെ വലിയ നേതാവായ അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർക്കുള്ളിമാമാണല്ലോ.
അതാണ് സാന്ത്വന പ്രവർത്തനം. സാന്ത്വന പ്രവർത്തനത്തിന് നമ്മൾക്ക് മാതൃക ആരാണ്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അതുകൊണ്ട് സഹായിക്കണം. പാവങ്ങളെ സഹായിച്ചാൽ, രോഗികളെ സഹായിച്ചാൽ പടച്ചോന്റെ റഹ്മത്ത് കിട്ടും. എത്രയോ ഹദീസിലുണ്ട്. മിഷ്കാത്ത് പോലത്തെ ഹദീസിന്റെ കിതാബിൽ അങ്ങനത്തെ വിഷയത്തിന് വേണ്ടി മാത്രം ഇമാം മുഹമ്മദുൽ ഖത്തീബ് തിബരീസി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅന ബിഹി ഫിദ്ദാറൈൻ അവരെ കിതാബിലൊക്കെ ഒരുപാട് അധ്യായങ്ങൾ, ബാബുകൾ ആ വിഷയത്തിൽ തന്നെ ഉണ്ട്. ആരെങ്കിലും ഒരാൾ ഒരു 5000 തരുമോ? ഒന്ന് എണീച്ചിക്കോ, റമദാനിൽ തന്നാലും മതി. സാന്ത്വന സെക്രട്ടറിന്റെ ഭാര്യ അൽഹംദുലില്ലാഹ് ഇവിടെ ഉണ്ടല്ലോ അല്ലേ? എന്താ മൂപ്പരെ പേര്? NV സലാം. പഠിച്ചു ഹൂറുൻ നിസാ എന്ന് പേരുള്ള ആ പ്രിയപ്പെട്ട പെങ്ങൾ. എല്ലാവരും ആമീൻ പറയണം. കൈ പൊക്കണം. തലയിൽ എന്തെങ്കിലുമൊക്കെ ആണുങ്ങളും തല മറക്കൽ സുന്നത്താണ്. പെണ്ണുങ്ങൾ പിന്നെ തലയും ഒക്കെ മറക്കൽ, തലയും മുഖവും ഒക്കെ അന്യ ആണുങ്ങൾ ഉണ്ടെങ്കിൽ മറക്കൽ ഫർളാണല്ലോ. അല്ലാ അല്ലാ യാ അല്ലാ, അത് കബൂലാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. NV സലാമിന്റെ ഭാര്യയാണ്. അവർക്ക് മക്കളുണ്ട് അല്ലേ? അവരെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. മുതഅല്ലിമായ മോനെ വലിയ ബറക്കത്തുള്ള അല്ല പൊരുത്തപ്പെട്ട ആലിമാക്കണേ അല്ലാ. ആമീൻ പറയും, ആമീൻ പറയും. ഞങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല ആമീൻ പറയും, ആമീൻ പറയുന്ന പറഞ്ഞ് നിന്റെ ദുആക്ക് കബൂലിയത്തിന് വകുപ്പുണ്ടാവില്ല. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആമീൻ പറഞ്ഞാൽ അത് അല്ല സ്വീകരിക്കുമല്ലോ. ഞങ്ങളെല്ലാവരെയും കബൂലാക്കണേ അല്ലാ. ആ കുട്ടിയെ വലിയ ബറക്കത്തുള്ള ആലിമാക്കണം അല്ലാ. ഞങ്ങൾക്കൊക്കെ മക്കളുണ്ട്. എൻ്റെ മോൻ സൈദി എന്ന ബിരുദം പാസ്സായ ആളാണ്. അവരൊക്കെയും എല്ലാ മക്കളെയും, അബ്ദുസ്സലാം NV സലാമിൻ്റെ മക്കളെയും, എല്ലാ മക്കളെയും, ആൺമക്കളെയും പെൺമക്കളെയും ബറക്കത്തുള്ള മക്കളാക്കണേ അല്ലാ. സിഹർ ബാത്തിലാക്കണേ അല്ലാ, കണ്ണേർ ബാത്തിലാക്കണേ അല്ലാ. ബി ബറക്കത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ നെച്ചിക്കാട്ടൗലിയ കൂട്ടായിലുള്ളവർ അവരെ പോലിവോകൾ ഏറെ നിറഞ്ഞോവർ. NV സലാമിൻ്റെ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹൂറുൻ നിസാ എന്ന പെങ്ങളുടെ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിപ്പുണ്ട് അല്ലേ? ആരപ്പ സലാമിൻ്റെ ബാപ്പ മരിച്ചുപോയി. പടച്ചവനെ ആ സലാമിൻ്റെ ബാപ്പാന്റെ ഹദറത്തിലേക്ക് ഈ സ്വദഖന്റെ സവാബ് എത്തിക്കണേ അല്ലാ. പടച്ചോനെ ഖബർ വിശാലമാക്കണേ യാ അല്ലാ, യാ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. ഖബറിൽ സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ അല്ലാ. ഖബറിൽ സ്വർഗത്തിന്റെ തലയണ വെച്ച് കൊടുക്കണേ അല്ലാ. ഖബറിൽ സ്വർഗീയമായ തീബ് അവർക്കും ഞങ്ങൾക്കും ഖബറിൽ നീ നൽകണേ അല്ലാ. സലാമനും സലാമിന്റെ ഭാര്യക്കും അക്ഷരാർത്ഥത്തിൽ സലാം നൽകണേ അല്ലാ. സലാമത്ത് നൽകണം അല്ലാ. ആമീൻ. ഇനി ആരെങ്കിലും ഒരു 5000? അൽഹംദുലില്ലാ. ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു ഒരു ആണ് ഒരാളെങ്കിലും തരികയാണെങ്കിൽ നന്ന് എന്നുള്ളത്. അൽഹംദുലില്ലാ. ഒരു സ്വലാത്താണ് ചൊല്ലിക്കോളി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ അള്ളാഹ് സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്. എന്താ മൂപ്പരെ പേര്? ഒരാൾ എന്താ മൂപ്പരെ പേര്? ഷൂർപ്പുൽ ഹനീഫ. അൽഹംദുലില്ലാ. ഉസ്താദിന് ഇപ്പോൾ ഒരു ഇൽമ് കിട്ടി. മൂപ്പരെ പേര് അനി എന്നല്ല ഹനീഫ എന്നാണ്. അങ്ങനെ ഒരു ഇൽമ് കിട്ടാൻ കാരണമാകട്ടെ നമ്മളെ അല്ലേ അനസുസ്താദിന്. അൽഹംദുലില്ലാ. അള്ളാഹിൻ്റെ റസൂലിന് 10 കൊല്ലം ഖിദ്മത്തെടുത്ത സയ്യിദുന അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ബഹുമാനപ്പെട്ട അനസുസ്താദിനും ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ബറക്കത്ത് തരണേ അല്ലാഹ്. ആ ഹനീഫ എന്ന സഹോദരൻ അബൂ ഹനീഫ ഇമാം അള്ളാഹിൻ്റെ കിതാബ് മുഴുവനും പഠിച്ച്, ഖുർആൻ മുഴുവനും പഠിച്ച്, ഇനിയൊന്നും ബാക്കിയില്ല. അത്രയും പഠിച്ച് ഇനിയൊന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞാൽ ഇമാം അബൂ ഹനീഫ തങ്ങളെ വഫാത്തിന് ശേഷം അത്ര ഇൽമുള്ള ഒരൊറ്റ കുട്ടിനെയും ഒരുമ്മയും പെറ്റിട്ടില്ല. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു വലിയ ആലിമാണ്, ആരും കുറവൊന്നുമില്ല. എന്നാലും ഒരാൾ വഫാത്തായി പോയാൽ അതുപോലെ വേറൊരാൾ വരുന്നില്ല. നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് വഫാത്തായപ്പോൾ അനുസ്മരണത്തിൽ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ എൻ്റെ കാതിൽ ഇങ്ങനെ അടിക്കുകയാണ്. നമ്മളെ ഉസ്താദുമാർ ഓരോരുത്തരങ്ങോട്ട് പോയാൽ തലസ്ഥാനത്ത് വെക്കാൻ ഒരാൾ വേറെ ഇല്ല. അബൂ ഹനീഫ ഇമാമിൻ്റെ പേരാണല്ലോ ഹനീഫ.
അവരോട് സ്നേഹം ഉണ്ടായിട്ടാണല്ലോ അങ്ങനത്തെ പേരൊക്കെ വെക്കുന്നത്. പടച്ചോനെ, അദ്ദേഹത്തിനിക്ക് അബൂ ഹനീഫ ഇമാമിനോടോ സ്വാലിഹീങ്ങളോടോ പ്രിയം വെച്ചിട്ട് അത്തരം പേര് വെച്ച അയാളെ ബാപ്പ, ഹനീഫാൻ്റെ ബാപ്പ, ഹനീഫാൻ്റെ ഉമ്മ, ഉപ്പാപ്പമാര്, ഉമ്മാമ്മമാര്, അളാപ്പ മൂത്താപ്പമാര്, ഇഖ്വാന്, അഖവാത്ത്, ജ്യേഷ്ഠന്മാര്, അനുജന്മാര്, പെങ്ങന്മാര്, റബ്ബേ എല്ലാവരെയും ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളെ മുഴുവനും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ലിവാഉൽ ഹംദ് എന്ന കൊടിയുടെ താഴെ റസൂലുള്ളാഹിന്റെ ചാരത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാ. ബിബറകത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബിഹഖി സൗജത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലേ ഉമ്മിൽ മുഅ്മിനീൻ ഉമ്മിന ഉമ്മിൽ ബത്തൂൽ. കുണ്ടൂർ ഉസ്താദിന്റെ പ്രയോഗമാണ്. ഉമ്മിൽ മുഅ്മിനീൻ ഉമ്മിന ഉമ്മിൽ ബത്തൂൽ. ഖദീജ ബീവിന്റെ ബറക്കത്ത് കൊണ്ട് ദുആകളെല്ലാം ഖബൂലാക്കണം അല്ലാഹ്. ആമീൻ. സുലൈഖ എന്ന് പറയുന്ന സുലൈഖ ആരാണ്? യൂസുഫ് നബിയുടെ ഭാര്യയാണ്. ഒരു സ്കൂളിൻ്റെ യുവജനോത്സവം നടക്കുമ്പോൾ ഒരു ജഡ്ജി, സ്കൂൾ പറഞ്ഞാൽ നമ്മുടെ ശരിക്കുള്ള എയ്ഡഡ് സ്കൂൾ, അതിൻ്റെ യുവജനോത്സവം നടക്കുമ്പോൾ എനിക്കൊരു ടെലിഫോൺ കോൾ. ആര്? ജഡ്ജിയാണ്. മാപ്പിളപ്പാട്ടിൻ്റെ ജഡ്ജിയായിട്ട് മത്സരിക്കല്ല, മത്സരത്തിൻ്റെ ഫലം കൊടുക്കുന്ന ജഡ്ജിയാണ്. കുമ്പിടി മുഹമ്മദ്, നല്ല സുന്നി പ്രവർത്തകനാണ്. അയാൾ കുമ്പിടിക്കാരനാണ്. അയാളെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, യൂസുഫ് നബീനെ പറ്റി, യൂസുഫും സുലൈഖയും കൂടുള്ള ദാമ്പത്യ ജീവിതത്തിനെ പറ്റി ഒരു പാട്ട് കിട്ടി, ഒരു കുട്ടി പാടിയിക്കണ്, ഞാൻ അതിന് ഫസ്റ്റ് കൊടുത്തിക്കണ്. മറ്റേ ചങ്ങായി പറയുന്നുണ്ട് അതിന് ഫസ്റ്റ് കൊടുക്കാൻ പറ്റൂല, അവരങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ല. ചങ്ങായി എല്ലാ കിതാബിലുള്ളതല്ല. അപ്പം എന്താ മറ്റോൻ്റെ സോക്കട്? ഓ മറ്റേ ചെരിഞ്ഞ ഇസ്ലാമിയ ജമാഅത്തേ ഇസ്ലാമി. അയച്ചങ്ങക്ക് എല്ലാം ബാത്തിലാക്കുക, ജനങ്ങളെ സക്കാത്ത് ബാത്തിലാക്കുക, ഹജ്ജ് ബാത്തിലാക്കുക, നോമ്പ് ബാത്തിലാക്കുക. അതാണ് ഇബൽക്കുള്ള പരിപാടി, ചെരിഞ്ഞ ഇസ്ലാമിക്കാർക്കുള്ള പരിപാടി. എത്ര കിതാബ്, ഏത് കിതാബിലാണ് ഇല്ലാത്തത്? യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് എവിടെയെങ്കിലും കിതാബിലുള്ളതല്ല. അത് പരിശുദ്ധ ഖുർആനിൽ ഒരു ശരിക്കങ്ങട്ട് എവിടെ മുതൽ? ജനനം മുതൽ, യൂസുഫ് നബിൻ്റെ ജനനം മുതൽ വഫാത്ത് വരെ എവിടെ ഉണ്ട്? സൂറത്ത് യൂസുഫിലുണ്ട്. അതിൻ്റെ തഫ്സീറിൽ ഏത് ഇമാമ പറയാത്തത്? അവർ കല്യാണം കഴിച്ച വിവരം. ചെമ്പകപ്പൂ തേനിതളധരം ചന്ദിര സുന്ദര പൂമുഖമധുർപ്പം ഗസലുകൾ തൻ പൊന്നൂഞ്ഞാലയിൽ ആടുന്ന സുലൈഖ ബീവി. അവരെ പേര് സുലൈഖ എന്ന് പറയണോ സലീഖ എന്ന് പറയണോ? അത് ഇങ്ങനെയാണ് പറയേണ്ടത്, അല്ല അങ്ങനെയാണ് പറയേണ്ടത് എന്ന് ഖുർആൻ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ വിഷയം. പേര് എങ്ങനെ പറഞ്ഞാലും, മുഹമ്മദ് എന്ന് പറഞ്ഞാലും മുഹമ്മദ് എന്ന് പറഞ്ഞാലും മമ്മദ് പറഞ്ഞാലും പേര് ഒരാൾ തന്നെ, സംഗതി ഒരാൾ തന്നെ എന്ന് പറഞ്ഞ മാതിരി അപ്പം അത്. പക്ഷെ അവർ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ സുലൈഖ എന്ന പെങ്ങള് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയായിരിക്കുന്ന സുലൈഖ ബീവിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ പറയും. നമ്മളെല്ലാരെ പെണ്ണുങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. സുലൈഖ എന്ന പെങ്ങളെ ഉമ്മ മരിച്ചു, ബാപ്പ മരിച്ചു. ബാപ്പാൻ്റെ കൂടെ ഉമ്മാൻ്റെ കൂടെ സുലൈഖ എന്ന പെങ്ങൾക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരും ഉമ്മമാർക്കും എല്ലാവരുടെയും ബാപ്പമാർക്കും സ്വർഗത്തിൽ പോയിട്ടും ഞങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത് കൊടുക്കണം. എൻ്റെ വാപ്പ 2 കൊല്ലം മുമ്പ് മൗത്തായിപ്പോയ മരിച്ചുപോയ വാപ്പയാണ് എൻ്റെ വാപ്പ. എൻ്റെ വാപ്പ മരിച്ചപ്പോൾ പലരും വന്നിട്ടുണ്ട്. ശൈഖുന കാന്തവർ ഉസ്താദ് വന്നിട്ടുണ്ട്. പല ആലിമീങ്ങൾ, ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ 7 ദിവസത്തിൻ്റെ ഇടയ്ക്ക് 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മളെ തങ്ങളും 2-3 വട്ടം വന്നിട്ടുണ്ട്. ഒരുപാട് ആലിമീങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാഹ്, എൻ്റെ വാപ്പ ഞാൻ സ്കൂളിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ദർസിലേക്ക് അബൂ ഹനീഫ് അൽ ഫൈസി ഉസ്താദിൻ്റെ ദർസിലേക്ക് എന്നെ പറഞ്ഞു വിട്ടത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാനുള്ളൊരു ത്രാണി എനിക്കുണ്ടായത്. റബ്ബേ, എൻ്റെ ബാപ്പാടെ ഖബറിലേക്ക് എൻ്റെ മജ്ലിസിൽ വന്നിരിക്കുന്ന മുഅ്മിനീങ്ങൾ ചെയ്യുന്ന മുഴുവൻ ഹസനാത്തിൻ്റെയും മിഥ്ലു സവാബ് എൻ്റെ ബാപ്പാടെ ഹദറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. ഞങ്ങളെല്ലാവരുടെ ബാപ്പമാരുടെയും ഉമ്മമാരുടെയും സുലൈഖാൻ്റെ ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ആമീൻ പറ. സുലൈഖാൻ്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. കള്ളകുടിയന്മാരാക്കരുതേ അല്ലാഹ്. ആൺമക്കളെയും പെൺമക്കളെയും ഞങ്ങളെല്ലാവരുടെ മക്കളെയും റാഹത്തുള്ളവരാക്കണേ അല്ലാഹ്. റബ്ബേ, കടങ്ങൾ വീട്ടണേ അല്ലാഹ്. ബറക്കത്തുള്ള വരുമാനം അവർക്ക് ഞങ്ങൾക്ക് ഏറ്റി തരണേ അല്ലാഹ്. അവസാനം കല്യാണത്തിൽ പങ്കെടുക്കണം. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്യാണമുണ്ട്. ആ
ആ കല്യാണത്തിൻ്റെ മജ്‌ലിസിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉമ്മമാരെ കൂടെ വാപ്പമാരെ കൂടെ ഞങ്ങളെ ഉസ്താദുമാരെ കൂടെ ഭാര്യമാരെ കൂടെ ഭാര്യൻ്റെ ഉമ്മ വാപ്പാൻ്റെ കൂടെ ഹബീബായ തങ്ങളെ കല്യാണത്തിൽ പങ്കെടുപ്പിക്കണം അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.